ഗ്യാപ്പ് എടുത്തു. ഞാൻ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് തന്നെ കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് എടുത്തു. അത് എന്താ പറയാ, ഒരു ഗവൺമെന്റ് ജോബ് എന്നുള്ള ഒരു സംഭവത്തിന് ഒരു തരത്തിലുള്ള 200mm വരെയുള്ള ടെലിലെൻസുകൾ യൂസ് ചെയ്ത് ഞാൻ വൺ ഹാൻഡിലാണ് ഞാൻ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഒരു വൺ ഹാൻഡിലേക്ക് എങ്ങനെ വൺ ഹാൻഡ് എന്തുകൊണ്ട് മറ്റൊരു കൈ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് എൻ്റെ എനിക്കൊരു മേജർ ആയിട്ടൊരു ആക്സിഡന്റ് എൻ്റെ ലൈഫിൽ വന്നു. എന്താ ജോലി? ഫോട്ടോഗ്രാഫർ എന്ന് പറയും. അതല്ലാതെ എന്താ ജോലി എന്ന് ചോദിക്കും. എല്ലാവർക്കും അത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ജോലിയായിട്ട് ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളൊരു സാധനമുണ്ട്. ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത് ട്രാവലിലൂടെയാണ്. ട്രാവൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അവിടെ പോകുമ്പോൾ എടുക്കുന്ന ഫ്രെയിംസുകൾ അതല്ലെങ്കിൽ മൊബൈലിലായിരുന്നു. അന്നൊക്കെ അറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് മൊബൈലുകളൊന്നും ചെറിയ ലോ ക്വാളിറ്റി മൊബൈലുകളാണ്, ക്യാമറാസ്. അപ്പൊ അതിനകത്തൊക്കെയാണ് നമ്മൾ ഫോട്ടോ എടുത്ത് തുടങ്ങുന്നത്. നമ്മുടെ ചുറ്റുമുള്ള പല ആൾക്കാരുടെയും ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും അതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് വേണ്ട, ഇനി വയ്യ, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്വിറ്റ് ചെയ്ത് ഓടുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ എപ്പിസോഡിൽ എസ്പെഷ്യലി ആൻറ്റപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റിലേക്ക് നമ്മൾ കുറച്ച് കാലം ഒരു ബ്രേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അതിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് ലൈഫിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ എല്ലാം ഫൈറ്റ് ചെയ്ത് ജയിച്ച് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡിലുണ്ട്. സോ നിങ്ങളെ വീണ്ടും ഒരു ചെറുതല്ല ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം ബാക്ക് ടു ആൻറ്റപ്പൻ ടോക്കീസ്. ആൻഡ് ഇന്ന് ടോക്ക് വിത്ത് സ്റ്റാർസിൽ എൻ്റെ കൂടെയുള്ളത് വൺ ഹാൻഡ് ഫോട്ടോഗ്രാഫറാണ്. ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഇനി വഴിയെ നിങ്ങൾക്കറിയാം. യെസ്, അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ടോക്ക് വിത്ത് സ്റ്റാർസ് ഒരു ചെറുതെന്ന് പറഞ്ഞാൽ പോലെ ഒരു വലിയ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. ആൻഡ് അതിനകത്ത് ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഗസ്റ്റ് തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വൺ ഹാൻഡ് ഫോട്ടോഗ്രാഫർ. ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് സാജു ഷാജഹാനാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. ബ്രോ, വെൽക്കം ടു ആൻറ്റപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റ്. താങ്ക് യു ബ്രോ. ഇപ്പോഴും നിനക്ക് ആ ടെൻഷൻ അങ്ങോട്ട് മാറിയിട്ടില്ലല്ലോ. അപ്പൊ എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, ഞാൻ ആക്ച്വലി നിന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നിന്റെ പ്രൊഫൈലിൽ ഞാൻ ആ പേര് കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിനകത്ത് ഓക്കെ എന്താണ് വൺ ഹാൻഡ് ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും അത് വീണ്ടും ചോദിക്കാണ്. എനിക്കിപ്പോ അറിയാമെങ്കിലും എന്താണ് ഈ വൺ ഹാൻഡ് ഫോട്ടോഗ്രാഫി? ഫോട്ടോഗ്രാഫർ. ഓക്കെ, വൺ ഹാൻഡ് ഫോട്ടോഗ്രാഫർ എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് കൊടുത്തേക്കുന്ന ഒരു പേരാണ് അത് കൊടുക്കാൻ കാരണം, ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യുന്ന കൂടുതൽ പേരും രണ്ട് കൈയും ഉപയോഗിച്ചാണ് ഫോട്ടോസ് എടുക്കാറുള്ളത്. അപ്പൊ അവർക്ക് രണ്ട് കൈയും വേണം അത് ഹാൻഡിൽ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കപ്പോ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു സിംഗിൾ ഹാൻഡിലാണ്. ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് മാത്രമാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. അതിപ്പോൾ ഏത് ലെൻസ് ആണെങ്കിലും വലിയ ടെലിലെൻസുകൾ പറ്റില്ലെങ്കിൽ ഒരു തരത്തിലുള്ള 200mm വരെയുള്ള ടെലിലെൻസുകൾ യൂസ് ചെയ്ത് ഞാൻ വൺ ഹാൻഡിലാണ് ഞാൻ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഒരു വൺ ഹാൻഡിലേക്ക് എങ്ങനെ വൺ ഹാൻഡ് എന്തുകൊണ്ട് മറ്റൊരു കൈ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് എൻ്റെ എനിക്കൊരു മേജർ ആയിട്ടൊരു ആക്സിഡന്റ് എൻ്റെ ലൈഫിൽ വന്നു. ആ ആക്സിഡന്റിന് ശേഷമാണ് എനിക്ക് അങ്ങനെ വൺ ഹാൻഡ് യൂസ് ചെയ്ത് മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ എന്നുള്ള സ്റ്റേജിലേക്ക് എൻ്റെ ലൈഫിൽ വന്നു. അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് വൺ ഹാൻഡിൽ ഫോട്ടോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പേരിലേക്കും ഈ സംഭവത്തിലേക്കും ഒക്കെ എത്തുന്നത് അല്ലേ? ഓക്കെ, എങ്ങനെ ഈ ഫോട്ടോഗ്രാഫി ഇപ്പൊ ഞാൻ അതാ ചോദിക്കാൻ വന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും മറ്റേ നമ്മൾ ഈ പറയുന്നത്, ഞാനിപ്പോ പോഡ്കാസ്റ്റിലേക്ക് കയറിയ ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് കുഞ്ഞിനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ എന്ത് ജോലി ചെയ്യാൻ പറ്റും എന്ന് നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ എങ്ങനെ കയറി പറ്റാൻ പറ്റും നോക്കും. അങ്ങനെ നോക്കി പോഡ്കാസ്റ്റിംഗ് മാർജിയും ഒക്കെ കഴിഞ്ഞാൽ ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നീ എങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തിയത്? ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തുന്നത് ഈ പറഞ്ഞ അതിലും ഒരു മേജർ ആയിട്ടുള്ളത്, ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു. അത്യാവശ്യം കേരളത്തിലാണ് ഞാൻ നമുക്ക് അത്യാവശ്യം അറിയപ്പെടാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ കിടപ്പുണ്ട്. അതുപോലെ ഇപ്പൊ ഒരുപാട് നമ്മള് ദൂരങ്ങളിൽ പോകുന്നതിനപ്പുറം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കാണാനുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുകയും അതുപോലെ ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ്. കേരളം മുഴുവൻ പോയിട്ടുണ്ടോ? കേരളം മുഴുവൻ വെച്ചാൽ അത്യാവശ്യം കുറെ എല്ലാ ജില്ലയിലും കാസർഗോഡ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലകളും അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തിട്ടാണോ? കാസർഗോഡ് അതിന് സാധിച്ചിട്ടില്ല. പോണം. ഞാൻ പഠിച്ചതിന്റെ തൊട്ടടുത്ത് ഞാൻ മംഗലാപുരത്ത് പഠിച്ചത് PG. അവിടെ നേരെ ഞങ്ങൾക്ക് ഫീൽഡ് വർക്ക് മുഴുവൻ കിട്ടുന്നത് കാസർഗോഡ് വേറൊരു ടെറൈൻ ആണ്, വേറൊരു ലോകമാണ്. വിസിറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത് ട്രാവലിലൂടെയാണ്. ട്രാവൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അവിടെ പോകുമ്പോൾ എടുക്കുന്ന ഫ്രെയിംസുകൾ അതല്ലെങ്കിൽ മൊബൈലിലായിരുന്നു. അന്നൊക്കെ അറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് മൊബൈലുകളൊന്നും ചെറിയ ലോ ക്വാളിറ്റി മൊബൈലുകളാണ്, ക്യാമറാസ്. അപ്പൊ അതിനകത്തൊക്കെയാണ് നമ്മൾ ഫോട്ടോ എടുത്ത് തുടങ്ങുന്നത്. അപ്പോ 90s കിഡ് ആണ്.
അതിലൂടെ നമ്മള് ഫോട്ടോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ശരി കേട്ടോ, എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഇപ്പൊ ഞാനും ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും സ്കൂൾ കഴിഞ്ഞ് അങ്ങോട്ട് കോളേജിലേക്ക് കയറുന്നതിന് മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഓർക്കുട്ടൊക്കെ കഴിഞ്ഞ് ഫേസ്ബുക്ക് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് ഇത് കയറിയ സമയമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പണ്ട് നമ്മൾ കോളേജിന്റെ അവിടെ ഇവിടേക്കൊക്കെ ക്യാമറ റെന്റ് ചെയ്തിട്ട് എടുക്കാൻ പോണ പരിപാടിയുണ്ട്. അത് നമുക്കുണ്ടായിരുന്നു 500 രൂപയ്ക്ക്. അതെ തന്നെ. എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ഒന്നിച്ചു പോകും. എന്നിട്ട് അറിയാലോ പണ്ടത്തെ ക്യാപ്ഷൻ ഒക്കെ ഭയങ്കര വലുതൊക്കെ ആക്കിയിട്ട് എഴുതും. ഇന്നൊന്നും അങ്ങനെ ഒന്നും ഇല്ലല്ലോ. മൊഞ്ചൻസ് അതെ ഒരുപാട് ഉണ്ടായിരുന്നു. ആ ഒരു ടൈപ്പ് ഒക്കെ ആയിരുന്നു. അങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കില്. കുറച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കാനും അങ്ങനെ നമുക്ക് മോഡൽ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഫ്രണ്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ ക്യാമറ യൂസ് ചെയ്ത് ശീലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അതൊരു ഫോട്ടോഗ്രാഫി ക്രേസ് അല്ലായിരുന്നു. അന്ന് ഫേസ്ബുക്കിനോടുള്ള ക്രേസും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫിയോട് ഈ ഒരു ട്രാവലിലൂടെയാണ് എനിക്ക് താല്പര്യങ്ങൾ വന്നത്. വീണ്ടും അത് എടുക്കാൻ അതിങ്ങനെ ചെറിയ ചെറിയ ഫ്രെയിംസുകൾ എടുത്ത് അങ്ങനെ വന്നത്. പിന്നീട് എനിക്കൊരു മേജറായിട്ടുള്ള ആക്സിഡന്റിന് ശേഷം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ഫോൺ വീട്ടിൽ നിന്ന് എടുത്തു തന്നു. അപ്പോൾ അത് നമുക്കൊന്ന് അത് യൂസ് ചെയ്ത് ഞാൻ കുറച്ച് പൂവും പൂമ്പാറ്റയൊക്കെ ആദ്യം എടുത്ത് തുടങ്ങി. അപ്പൊ അവിടെയാണല്ലോ നമ്മുടെ എല്ലാം തുടക്കമല്ലേ? എനിക്ക് എല്ലാവരുടെയും പൂവും പൂമ്പാറ്റയൊക്കെ ആയിരിക്കും. അതിപ്പോ എഡിറ്റ് അങ്ങനെയാണ് പൂവും പൂമ്പാറ്റ. വീട്ടിലൊക്കെ ഒരുപാട് ചെടി, അച്ഛനും അമ്മയും നല്ല ചെടി വളർത്താൻ താല്പര്യപ്പെടുന്നു. അപ്പൊ ഒരുപാട് സംഭവങ്ങളുണ്ട് ഷൂട്ട് ചെയ്യാൻ, അവിടെ തന്നെ നല്ല ഷൂട്ട് ചെയ്യാൻ സാധനങ്ങൾ. അപ്പൊ അങ്ങനെ പലതും അങ്ങനെ എടുത്തു തുടങ്ങി. അപ്പൊ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അന്ന് സ്നാപ്സീഡും അതേപോലത്തെ നമ്മുടെ ലൈറ്റ് റൂമും ഒക്കെ. അപ്പൊ അതിനകത്ത് കൂടുതൽ സ്നാപ്സീഡ് ആയിരുന്നു ആ സമയത്ത്. നമുക്ക് കുറച്ച് പെട്ടെന്ന് അറിയാത്തവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് ആപ്ലിക്കേഷൻസ്. പെട്ടെന്ന് എഡിറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും സ്നാപ്സീഡ് യൂസ് ചെയ്തിട്ട്. അപ്പൊ അത് യൂസ് ചെയ്തായിരുന്നു നമ്മള് തുടക്കം. പിന്നെ ലൈറ്റ് റൂമിൽ കയറിയിട്ട് അതിനകത്ത് കളർ കാര്യങ്ങളൊക്കെ ചെയ്യാനും പിന്നെ കുറെ ആപ്ലിക്കേഷൻസ് വന്നു. അപ്പൊ അതൊക്കെ കൂടുതൽ എക്സ്പ്ലോർ മൊബൈൽ ഫോട്ടോഗ്രാഫർ ആയിട്ടാണ് നമ്മള് പിന്നെ തുടക്കം. ക്യാമറയിലേക്ക് മാറിയത് അത് 2019 2019 ആക്സിഡന്റ് കഴിഞ്ഞിട്ട്. ആക്സിഡന്റ് നടക്കുന്നത് 2016 നവംബർ 30 ഓൾമോസ്റ്റ് 3 years കഴിഞ്ഞിട്ടാണ് ക്യാമറ എടുക്കുന്നത്. അപ്പോ 2017 സമയത്താണ് പുതിയ ഫോണൊക്കെ കിട്ടി. അത് യൂസ് ചെയ്ത് മൊബൈലിലേക്കൊക്കെ അപ്പോഴാണ് ഫോട്ടോഗ്രാഫി കൂടുതൽ ഭയങ്കര നമുക്കൊരു ക്രേസ് ആയി. നമുക്കൊരു ഭയങ്കര നല്ലൊരു ഫോട്ടോ എടുത്ത് അത് നോക്കി അതിനകത്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഫോട്ടോ നമുക്കൊരു സന്തോഷം ഭയങ്കരമായിരുന്നു. അപ്പൊ അത് ഭയങ്കര രീതിയിൽ നമുക്ക് ഒരു എന്തായാലും വീണ്ടും ചെയ്യണം, വീണ്ടും ഫോട്ടോ എടുക്കണം, നമുക്ക് നല്ല നല്ല ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹം. അതെങ്ങനെ എടുക്കാം, അത് യൂട്യൂബിൽ നോക്കി പഠിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഫോട്ടോ ഇത് മെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഡിസ്കസ് ചെയ്ത് ഓരോന്ന് പഠിക്കാൻ നമുക്ക് കോഴ്സോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഞാൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള DDU-GKV സ്കീമിൽ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടായിരുന്നു. അത് കാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വാഗമണിലായിരുന്നു, കുരിശുമല വാഗമണിലായിരുന്നു. നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അതെ അതെ, നല്ല അവിടെ തന്നെ നമുക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. നല്ല ഒരുപാട് നമുക്ക് ഫ്രണ്ട്സും അവിടെ നിന്ന് കിട്ടി, നല്ല അധ്യാപകരും. അവിടെ തന്നെ നമുക്ക് ഔട്ട്ഡോർ ഉപയോഗിക്കാനാണെങ്കിലും തൊട്ടപ്പുറത്ത് തന്നെ നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ഹിഡൻ സ്പോട്ടുകളുണ്ട്. നമ്മൾ കുറെ ഹിഡൻ സ്പോട്ടുകളുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ പല സ്ഥലങ്ങളും പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഐഷൂട്ട് പുൽമേട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ഒരു പുൽമേടിന് പേരൊക്കെ ഇട്ടു. അതുപോലെ നമുക്ക് നമ്മൾ തന്നെ വിളിക്കുന്ന ആംസ്റ്റർഡാം എന്നൊക്കെ വിളിക്കുന്ന പോലെ നമ്മൾ തന്നെ ഒരു പേരിട്ടിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് കുളിക്കാനൊക്കെ പോകുന്നത്. അതൊന്നും അധികം അവിടുത്തെ ലോക്കൽസിനല്ല, പുറത്തുനിന്ന് ആർക്കും അറിയാത്ത സ്ഥലങ്ങളൊക്കെയാണ്. ഔട്ട്ഡോർ എന്ന് പറഞ്ഞു ട്രാവൽ ഫോട്ടോഗ്രാഫി ആണോ നിനക്കൊരു പാഷനായിട്ട്? എനിക്ക് ട്രാവലും ഫോട്ടോഗ്രാഫിയാണ് എനിക്ക് ഏറ്റവും താല്പര്യം. പിന്നെ കുറച്ച് എഴുത്തുകളും ഒക്കെ ഉണ്ട്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ ഈ ട്രാവൽ ഫോട്ടോഗ്രാഫിയാണ് എനിക്ക് ഏറ്റവും ലാൻഡ്സ്കേപ്പ്, സ്ട്രീറ്റ്, അതേപോലത്തെ പല ട്രാവൽ റിലേറ്റ് ചെയ്തോടെ നേച്ചർ റിലേറ്റ് ചെയ്തോടെ എല്ലാം എടുക്കാനാണ് എനിക്ക് താല്പര്യം, ഒരു പാഷൻ. എനിക്ക് അറിയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അത് അത്യാവശ്യം ഹിറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻകമും കൂടെ സംഭവം നോക്കുമല്ലോ. മലയാളിയായിട്ടുള്ള ആഷിഖ് കസീം എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. അദ്ദേഹം ഞാൻ സുഹൃത്തുക്കളാണ്. അദ്ദേഹം നമുക്ക് ഭയങ്കര രീതിയിൽ കേരളത്തിൽ നിന്നുള്ള ട്രാവൽ ഫോട്ടോഗ്രാഫർ എടുത്തു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എടുത്തു പറയേണ്ടിയുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് വാവും, ഇതേപോലെ കാണുമ്പോൾ നമുക്ക് എടുക്കണം എന്ന് തോന്നും. അതേപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമുക്ക് സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എന്നാൽ പോലും പോപ്പുലർ ആണ്, വലിയ രീതിയിൽ പോപ്പുലർ ആണ് അദ്ദേഹം. അപ്പൊ അതേപോലെയുള്ള ഒരുപാട് പേര് ട്രാവൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. അത് ഏർണിംഗ് നമുക്ക് വളരെ കുറവായിരിക്കും. വലിയ മാഗസീൻസ് പോലെ മാഗസീൻസിലുള്ള എന്തെങ്കിലും ഫീച്ചർ ചെയ്യുക. അപ്പൊ അതിനകത്തൊക്കെ ചെറിയ ഏർണിംഗ്സ് കിട്ടും. ചിലത് നമുക്ക് ഫീച്ചറിങ് മാത്രമായിരിക്കും. പിന്നെ അതല്ലെങ്കിൽ സൈറ്റുകൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ NFT യൂസ് ചെയ്ത് സെല്ലിങ്, അതേപോലത്തെ പല പ്ലാറ്റ്ഫോം യൂസ് ചെയ്തായിരിക്കും ട്രാവൽ ഫോട്ടോഗ്രാഫിയുടെ സെല്ലിങ് നടക്കുന്നത്. അപ്പോ അത് പല ഓപ്ഷൻസ് ഉണ്ട്. ട്രാവൽ മീൻസ് ആ ഫോട്ടോസ് സെല് ചെയ്യാനും അല്ലെങ്കിൽ അതിന് ഏർണിംഗ്സ് കിട്ടാനും ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഫോട്ടോസ് വിൽക്കുന്ന പല സൈറ്റുകൾ പോലുള്ളത്തോട് യൂസ് ചെയ്ത് നമുക്ക് ഏർണിംഗ്സ് ഉണ്ടാക്കാം. പക്ഷെ നമുക്കൊരു പ്രോപ്പർ ഏർണിംഗ്സ് അല്ലെങ്കിൽ അതൊരു ജീവിതമാർഗമാക്കി മാത്രം നമ്മളത് നമ്മുടെ പാഷന്റെ പുറത്താണ് ട്രാവൽ ചെയ്യുന്നത്, അതിനകത്തോട് ഫോട്ടോ എടുക്കുന്നു. പക്ഷെ നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ
അപ്പൊ ഞാനത് എന്റെ ഒരു പാഷനായിട്ടായിരുന്നു. ഈ ഒരു കോഴ്സിന് ശേഷമാണ് ഇത് ഞാൻ ചോദിക്കും. വേറൊരു കേസ് കൂടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് എന്റെ ഓർമ്മ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഒരു റീൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ജോലി, ഫോട്ടോഗ്രാഫർ എന്ന് പറയും. അതല്ലാതെ എന്താ ജോലി എന്ന് ചോദിക്കും. എല്ലാവർക്കും അത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ജോലിയായിട്ട് ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളൊരു സാധനമുണ്ട്. കൂടുതൽ പേരും പാഷനാണ്. ഇപ്പൊ എല്ലാവരും ഒരു ഈ സ്മാർട്ട് ഫോണിന്റെ വളർച്ചയ്ക്ക് ക്യാമറകള് ഭയങ്കര രീതിയിലുള്ള ക്യാമറ ഇമ്പ്രൂവ്മെന്റ് വന്നപ്പോ എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രൊഫഷണൽ ആണ്. ഫോട്ടോഗ്രാഫർ ആണെന്ന് പറയുമ്പോൾ എല്ലാവരും ഞാനും ഫോട്ടോ എടുക്കുന്നു, ഇതൊക്കെ തന്നെ നിങ്ങൾ എടുക്കുന്ന എന്നുള്ള ചിന്തയാണ്. അപ്പൊ മൊബൈൽ ഫോട്ടോഗ്രാഫേഴ്സ് ഞാനൊക്കെ മൊബൈൽ എടുക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ മാത്രമേ ആ ഫീൽഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 2-3 വർഷം കൊണ്ട് എല്ലാവരും നല്ല കുറെ ക്യാമറകൾ ഫോണുകൾ ഇറങ്ങിയപ്പോ എല്ലാവരും അങ്ങനെ ഇറങ്ങി. മൊബൈൽ ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാടായി. അപ്പം അത് നല്ലത് തന്നെയാണ്, താല്പര്യമുള്ളവർ. പിന്നെ അത് പാഷനായിട്ട് കീപ്പ് ചെയ്ത് അതിൽ വർക്ക് ചെയ്ത് മുമ്പോട്ട് അത് ലൈഫ് ആക്കണം ആഗ്രഹിച്ചവർ മാത്രമേ ആ ഫീൽഡിൽ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവരൊരു ജോലിയുടെ തിരക്കുകളോ അല്ലെങ്കിൽ സ്റ്റഡീസിന്റെ തിരക്കുകളോ വരുമ്പോഴത്തേക്ക് അവരെ ഡ്രോപ്പ് ചെയ്യും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ ഒരുപാട് നമ്മൾ കുറെ വർഷം ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് അതറിയാം. അപ്പൊ എങ്ങനെ ഇപ്പോഴത്തെ സർവൈവിംഗ് കാര്യങ്ങളൊക്കെ? ഇപ്പൊ ഞാൻ ആ ഒരു കോഴ്സിന് ശേഷം ഞാൻ അഡ്വർടൈസിംഗിലേക്ക് മാറായിരുന്നു. അഡ്വർടൈസിംഗ് ഫോട്ടോ, കാരണം ആ കോഴ്സ് പഠിച്ച് നമുക്കൊരു 6 months കോഴ്സ് ആയിരുന്നു. അത് കംപ്ലീറ്റ് കോവിഡ് ഇഷ്യൂസ് ഒക്കെ കാരണം അത് കംപ്ലീറ്റ് ആയി വരാൻ ഒരു 1 ഇയറിന് മുകളിൽ എടുത്തു അത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ പിന്നെ അഡ്വർടൈസിംഗിൽ ഇന്റേൺഷിപ്പ് ചെയ്തു. പിന്നെ ഞാൻ 1-2 അനിൽകുമാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാർ, അനിൽകുമാർ സാറുണ്ട്. അപ്പൊ അദ്ദേഹം അഡ്വർടൈസിംഗിലെ മേജറായിട്ട് വലിയ സീനിയർ ആയിട്ടുള്ളൊരു അത് എറണാകുളത്ത് അദ്ദേഹത്തിന്റെ കൂടെ 1-2 വർക്കുകൾക്ക് അസിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റി. അത് നല്ല മേജറായിട്ടുള്ള ബ്രാൻഡുകളുടെ വർക്കുകളായിരുന്നു. അതിനുശേഷം എന്നെ തന്നെ പഠിപ്പിച്ച നമുക്ക് HOD ആയിട്ടുണ്ടായിരുന്ന നെജ്മുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് നെജ്മു സാറുണ്ട്, ഐഷൂട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു അഡ്വർടൈസിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിലേക്ക് ഞങ്ങള് ആ ഒരു കോഴ്സിൽ പഠിച്ച ഞങ്ങൾ കുറച്ചുപേരെ ഏറ്റവും ആ ഒരു ടീം ബിൽഡ് ചെയ്യായിരുന്നു. ആ ടീമിൽ ജോയിൻ ചെയ്തു. അതിനകത്ത് ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ മാർക്കറ്റിംഗും എല്ലാം നമ്മൾ ആ ഒരു 8-10 പേരായിരുന്നു. അപ്പൊ ഞങ്ങൾ തന്നെ ഒരു നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ടീം ലീഡർ ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് അഡ്വർടൈസിംഗിൽ നമ്മൾ കുറെ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തു. അപ്പം അത് പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തു. ഞാൻ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് തന്നെ കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് എടുത്തു. അത് എന്താ പറയാ, ഒരു ഗവൺമെന്റ് ജോബ് എന്നുള്ള ഒരു സംഭവത്തിന് കണ്ടാ തോന്നില്ലെങ്കിലും അപ്പൊ നമ്മള് അതെങ്ങനെ ഒരു ഇതായിരുന്നു വന്നിരുന്നത് എന്ന് വെച്ചാല് അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക് ഗവൺമെന്റ് ജോബിലേക്ക് തിരിയാനുള്ള ഗവൺമെന്റ് ജോബിലേക്ക് വന്നപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞു ഒരു സേഫ് ആയിട്ട് ജോബ് വേണ്ടേ, ഫോട്ടോഗ്രാഫി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സംഭവം വേണമല്ലോ, പാഷൻ കീപ്പ് ചെയ്തോളൂ. പക്ഷെ അത് പാഷൻ അനുസരിച്ച് കോഴ്സിനും എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. പക്ഷെ എല്ലാവരും കേൾക്കുന്ന ഒരു സാധനമാണ് സപ്പോർട്ടായിരുന്നു എനിക്ക്. പക്ഷെ നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യം സപ്പോർട്ട് ഇല്ലായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോ എന്നെ കോഴ്സിന് പറഞ്ഞു വിടാൻ നിർബന്ധിച്ചത് പോലും ഇന്ന് നിനക്ക് ഞാൻ വേറെ 2 കോഴ്സ് ഈ DDUJKയുടെ തന്നെ 2 കോഴ്സായിരുന്നു എനിക്ക് ഓപ്ഷനിൽ വന്നിരുന്നത്. അപ്പോ ഞാൻ അത് ഒരെണ്ണം ഒരു വെബ്സൈറ്റ് ഡെവലപ്പർ എന്ന് പറഞ്ഞൊരു കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്യായിരുന്നു. അതിപ്പോ ജോയിൻ ചെയ്തു. അത് കോതമംഗലത്ത് കോളേജിൽ ഇതിന്റെ തന്നെ കോഴ്സായിട്ട് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തിട്ട് വന്നപ്പോഴാണ് ഞാൻ ഈ പോസ്റ്റ് കാണുന്നത്, ഫോട്ടോഗ്രാഫി കോഴ്സ്. ഞാൻ വീട്ടിൽ വന്ന് എന്നെ പപ്പയായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പപ്പ പറഞ്ഞു, നിനക്ക് ഫോട്ടോഗ്രാഫി അല്ലേ താല്പര്യം, ഇത് മറ്റേ 3 മാസമല്ലേ, ഇത് 6 മാസത്തെ കോഴ്സ് പറയുന്നുണ്ട്, നിനക്ക് ഫോട്ടോഗ്രാഫിയാണ് താല്പര്യം, എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ, ഇഷ്ടപ്പെട്ട ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. ഞെട്ടിപ്പോയി, കാരണം സപ്പോർട്ട് തന്നിട്ടില്ല. അപ്പൊ അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആദ്യം ഇനി 2 ചേച്ചിമാരാണ്. അപ്പൊ അവരും ആദ്യമൊക്കെ വലിയ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിലും നമ്മുടെ ഫോട്ടോസ് കണ്ടിന്യൂസ്ലി നമ്മുടെ പാഷൻ അതാണ്, നമ്മളതിനെ ഫോളോ അപ്പ് ചെയ്യുന്നത് കണ്ടപ്പോൾ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അതിലേക്ക് വന്നത്. അപ്പൊ പിന്നെ ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞത് ഇത് മാത്രം നമുക്കൊരു ഏർണിങ്സ് ഇല്ലാത്ത ലെവലിലേക്കാണ്. ഞാൻ ട്രാവൽ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഈ അഡ്വർടൈസിംഗിൽ കയറി. പക്ഷെ എന്നാലും ലൈഫിൽ എല്ലാവരും മക്കളെ പറ്റി ഒരു മനസ്സിലായി, അത് എല്ലാവർക്കും ഉണ്ടാവില്ല. ഞാനും കേട്ടിട്ടുണ്ട് കുറെ. അങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് എനിക്ക് ലൈക്ക് ഇത് ചെയ്യണം എന്നുള്ളൊരു അങ്ങനെയാണ് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി. അപ്പൊ അങ്ങനെ ആ ഒരു ജോബിൽ നിന്ന് ഞാൻ ബ്രേക്ക് എടുത്തു. അത് ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി PSI ഇടയ്ക്ക് എനിക്ക് 1-2 ഓപ്ഷൻസ് വന്നായിരുന്നു. നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നാലും എന്റെ അടുത്ത സുഹൃത്തും സാറന്മാരും ഒക്കെ എന്നെ പല ഓപ്ഷൻസിനും ഫോട്ടോഗ്രാഫി ഓപ്ഷൻസ് ഇല്ല, ഞാൻ PSC ട്രൈ ചെയ്യാം. ഞാനിപ്പോ അത് എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നു ആ സമയത്ത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മള് ഭയങ്കര ഇപ്പൊ നോക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ കണക്ട് ചെയ്ത് വരില്ല. അതിൽ നിന്ന് നമ്മളൊരു ബ്രേക്ക് എടുത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുമ്പോൾ അപ്പൊ അതിൽ നിന്ന് ഒരു ഓപ്ഷൻ നല്ല ഓപ്ഷൻസ് വന്നപ്പോ എനിക്കത് മുതലെടുക്കാൻ എനിക്ക്
പിന്നെ കൺഫ്യൂസ്ഡ് ആയി. ഇതിപ്പോ ഡ്രോപ്പ് ചെയ്യണം, ഇപ്പൊ ഇതിനുവേണ്ടി ഇത്ര മാസം ചെലവഴിച്ചു, ഇതൊന്ന് ട്രാക്കിലായി, ഇനി അപ്പുറത്തോട്ട് പോകണം. ഞാൻ 2 കൊല്ലത്തിൽ കാല് വെച്ചാണ് അപ്പുറം. കാരണം ഒന്ന് ഫോട്ടോഗ്രാഫി നിൽക്കുന്നുണ്ട്, അതുപോലെ ഗവൺമെന്റ് ജോലി വേണമെന്ന് വീട്ടുകാർക്ക് മാത്രമല്ല എനിക്കൊരു താല്പര്യമുണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അത് ഭയങ്കരമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ 2 വർഷം ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ ലാസ്റ്റ് 1 ഇയർ കൊണ്ട് എനിക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഭയങ്കരമായിട്ടായിരുന്നു. ഗവൺമെന്റ് വേണ്ട ഫോട്ടോഗ്രാഫിയിലേക്ക് വരണം. അപ്പോൾ ഒരു 1 ഇയറോളം ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ എന്റെ കരിയറിൽ ഒരു ചേഞ്ച്, വലിയൊരു ഡിസിഷൻ എടുത്ത് ഓക്കെ PSC നിർത്താം. അതിനുശേഷം വെഡിങ് കമ്പനി, കാരണം എനിക്ക് ഈ കാൻഡിഡ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാന്, മൊമെന്റ്സ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അത് പക്ഷെ അതൊരു പ്രൊഫഷൻ ആക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ ഒരു അടുത്തൊരു സുഹൃത്ത്, നമുക്ക് IFFKയില് ഒരു ഇവന്റ് പോയപ്പോ എനിക്ക് പരിചയപ്പെട്ട സുഹൃത്തായ അടുത്തൊരു സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തോട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അനൂപ് എന്നാണ് പേര്. അപ്പോ എനിക്ക് ഭയങ്കര രീതിയിൽ ഗൈഡൻസ് തന്നു. ഇതെങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതൊക്കെ ചെയ്യാൻ നിനക്ക് പറ്റും. എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവായിരുന്നു. വെഡിങ് എടുക്കണോ, നമുക്ക് അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതാണ് സംഭവം, പ്രോപ്പർ ആയിട്ട് എനിക്ക് ഗൈഡൻസ് തന്നു. അപ്പൊ ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യാം. അപ്പൊ 1 വർഷത്തോളം എടുത്ത് ഞാൻ പേരാലോചിക്കുന്നു, നീ തുടങ്ങുന്നില്ലേ, തുടങ്ങാം. 1 വർഷത്തോളം എടുത്ത് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞാൻ ഒരു പേര് കണ്ടുപിടിക്കാൻ കുറെ പ്ലാൻ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ ഒരുപാട് പേര് അവര് ഇൻസ്പയർഡ് ആണ്, അല്ലെങ്കിൽ എന്നിൽ നിന്നും കുറെ ഇൻസ്പിറേഷൻ കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. അപ്പൊ ഞാൻ ഓക്കെ, അപ്പോ എനിക്ക് വേണ്ടി കണക്ട് ചെയ്യണം, എല്ലാവരും കണക്ട്. അപ്പം ഇൻസ്പയർ ഞാൻ നോക്കി. അപ്പൊ ഇൻസ്പയർ എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇൻസ്പിറേജ് നോക്കി, ഇൻസ്പയറും ഇമേജും. അപ്പൊ ഞാൻ ഇൻസ്പയറും ഇമേജോടൊപ്പം ഇൻസ്പിറേജ് വെഡിങ്സ് എന്നുള്ളൊരു പേര് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അത് ഞാൻ കുറെ ആലോചിച്ചിട്ട് കിട്ടിയ പേര്, ഒരു 6 മാസത്തോളം എടുത്ത് ഞാൻ ആലോചിച്ചെടുത്ത പേര്. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട്, അപ്പം ചിലർ പറഞ്ഞു ഈ വെഡിങ് കമ്പനിക്കൊക്കെ ഇങ്ങനെ പേരിടണമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് അതിലൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെയല്ല ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പൊ അതൊരു ബ്രാൻഡ് ആക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ ആ ഒരു പേര് ക്രിയേറ്റ് ചെയ്തു. അതുമായിട്ട് ഒരു ഇൻസ്പിറേജ് വെഡിങ്സ് ഒരു വെഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ ഒരു 8 മാസമായിട്ട് 9 മാസമായിട്ട് വെഡിങ് ഫീൽഡിലാണ്. കാൻഡിഡ് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ മെയിൻ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ടീമുണ്ട്, ഒരു വലിയ ടീം തന്നെ നമ്മുടെ ഒപ്പമായിട്ടുണ്ട്. നമ്മള് ഗ്രോയിങ് സ്റ്റേജ് ആണ്. എന്നാലും നമ്മളെ വിശ്വസിച്ച് നമ്മൾ ആദ്യം ഫസ്റ്റ് നമുക്കൊരു ഇതുണ്ടല്ലോ, നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴത്തേക്ക് അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. അപ്പൊ അതിന് സപ്പോർട്ടായിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മളെ വിശ്വസിച്ച് തന്നെ വർക്ക് ഷാജു എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തു. അപ്പൊ ഓക്കെ, വർക്ക് എടുത്തു, അത് ഭയങ്കര സക്സസ്ഫുൾ ആയി. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് കൂടി, ഇങ്ങനെയാണ് വെഡിങ്, ഓക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് നല്ല ടീമുണ്ട്. അപ്പൊ അത് എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ്, പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അവരുമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ പറഞ്ഞ അനൂപ് ഉൾപ്പെടെയുള്ള ടീമാണ് നമുക്ക് കൂടെ ഉള്ളത്. അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. പിന്നെ മുമ്പോട്ട് പോയി, പിന്നെ വർക്കുകൾ എടുത്ത് ഇപ്പൊ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. വർക്കുകൾ കയറി വരുന്നുണ്ട്. നമ്മളൊരു സ്റ്റാർട്ടപ്പാണ്, കാണുന്നവരും സപ്പോർട്ട് ചെയ്യാം വർക്കുകൾ. എനിക്ക് ഇതിനകത്ത് ചോദിക്കാം, നീ ഇപ്പൊ പേര് പറഞ്ഞല്ലോ, ആ പേരിന് നീ ഒരുപാട് സമയം എടുത്തു. ആൻഡ് അതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് നീ ഒരു ഇൻസ്പിറേഷൻ ആണെന്നുള്ളത്. അതിനുള്ളൊരു റീസൺ ഉണ്ട്, അത് ഈ ആക്സിഡന്റും കൂടെ ആണ്. സോ അപ്പൊ എനിക്ക് ആ ഒരു ആക്സിഡന്റ് സ്റ്റോറി നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ അത് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഷെയർ ചെയ്യുന്നതിന് ഇതൊന്നുമില്ല. ചിലർ ചോദിക്കും സോറി ചോദിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. അത് കാരണം എനിക്കത് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. ഞാൻ 2016 ഞാൻ BCom പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ സെം എക്സാം നടക്കുന്ന സമയമാണ്. സെം എക്സാമിന് നടക്കുന്ന സമയത്ത് ആ കോളേജിൽ തന്നെ വേറെ ബ്രാഞ്ചിൽ പഠിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിനോടൊപ്പം ഞാൻ ഇടയ്ക്ക് ലിഫ്റ്റ് കിട്ടി കയറി വരാറുണ്ട് നാട്ടിലേക്ക്. ആ സമയത്ത് ഞാൻ ബൈക്കൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ ആഗ്രഹിച്ചിരിക്കുക. നമുക്ക് KTM എടുക്കണോ അല്ലെങ്കിൽ ബുള്ളറ്റ് എടുക്കണോ എന്നുള്ള ഭയങ്കരമായിട്ട് ആലോചിച്ചു. വീട്ടിൽ സംബന്ധിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് എടുക്കണം ആഗ്രഹമായിട്ട് ഭയങ്കര രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിന്റെ തൊട്ട് തലേന്നൂടെ ഞാൻ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആലപ്പുഴയിലെ ഷോറൂമിൽ വിളിച്ചിട്ട് ഇതേപോലെ ഡ്യൂക്ക് 200 എടുക്കണം, അന്ന് ഭയങ്കര ക്രൈസ് ആയിരുന്നു എനിക്ക്. എടുക്കണം എന്നുള്ള തോട്ടിലൊക്കെ സംസാരിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം ഇതേപോലെ ലിഫ്റ്റ് കിട്ടി കയറിപ്പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ കയറിപ്പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞുള്ളൊരു അറിവാണ് ഈ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോയി 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അപകടവളവ് ഏരിയ ആണ്. അപ്പോൾ അത് ചൊടലമുക്ക് എന്നൊക്കെയാണ് അതിനൊരു പേര്, മീൻസ് നെഗറ്റീവ് നെയിം കൊടുത്തേക്കുന്നതിന് അങ്ങനത്തെ ഒരു ഇതാണ്. കാരണം ഒരുപാട് അപകടം വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു വളവില് ബസ് റോങ് സൈഡ് കയറി വരുമായിരുന്നു. ഒരു KSRTC ഓവർടേക്ക് ചെയ്ത് വരുവാണെന്നാണ് അറിവ്. അപ്പോൾ നമ്മളൊരു കാറിന്റെ പുറകിൽ പോകുമായിരുന്നു എന്നാണ് ഇതൊക്കെ മീൻസ് എല്ലാം പറഞ്ഞു കേട്ടാണ് എനിക്കത് ഓർമ്മ. എനിക്ക് ബൈക്കിൽ കയറി മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോ അത് വളവില് ബസ് റോങ് സൈഡ് കയറി വരുമായിരുന്നു. നമ്മൾ കാറിന്റെ പുറകെ വരുമായിരുന്നു. കാറ് വെട്ടിച്ച് മാറ്റി നമ്മള് ഇടിച്ച് ഹിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ തെറിച്ചു പോയി വീഴുകയായിരുന്നു.
അപ്പോൾ എനിക്ക് സ്പൈനൽ ഇഞ്ചുറി, തലയിടിച്ച് വീഴുക, എനിക്ക് പിന്നെ കൈക്ക് ഒടിവുണ്ടായിരുന്നു. എൻ്റെ കൈയുടെ നമ്മുടെ ഇവിടെ വെച്ചിട്ട് ഒടിഞ്ഞിട്ട് 2 എല്ല് പുറത്തോട്ടിരിക്കുകയായിരുന്നാണ് അവരൊക്കെ പറഞ്ഞത്. ഇങ്ങനെ വെളിയിലോട്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. 2 എല്ലല്ലേ? അതെ, 2 എല്ല്. അപ്പോൾ അവിടുത്തെ 2 എല്ല് ഇങ്ങനെ പുറത്തോട്ടിരിക്കുക, ഒടിഞ്ഞ് മൊത്തത്തിൽ ഇങ്ങനെ തൂങ്ങി കിടക്കായിരുന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പിന്നെ ദേഹം മൊത്തത്തിലുള്ള മുറിവുകളും ചതവുകളും നല്ല മുറിവുകളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ലോക്കലി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം ബിലീവേഴ്സ് ചർച്ച് എന്ന് പറഞ്ഞിട്ട് തിരുവല്ലയിലെ ഹോസ്പിറ്റലിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ അവനെ തിരുവനന്തപുരത്തേക്കും കൊണ്ടുപോയി. അപ്പോൾ അവന് കൈക്കും കാലിനും ഒടിവായിരുന്നു. അവന് നല്ല അത്യാവശ്യം ശരീരമുള്ളായിരുന്നു. അപ്പോൾ നല്ല ബ്ലഡ് നല്ല പോയി അത്യാവശ്യം. അതും തലയ്ക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരെ 2 സൈഡിലത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ ഒരു വീക്കോളം എടുത്തു എനിക്ക്. എൻ്റെ ഓർമ്മയിൽ ഒരു വീക്കോളം എടുത്തു. എനിക്ക് ICUലായിരുന്നു കണ്ണുറക്കുമ്പോൾ കാണുന്നത്. പിന്നെ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരു പെരുപ്പാണ്. നമുക്കിവിടെ ഉണ്ട് എന്നറിയാം, ഓക്കെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് തൊടുമ്പോഴേ അറിയുന്നുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഇവിടെ കൈ ഉണ്ട്, നമ്മളെടുത്ത് മൂവ് ചെയ്യുന്ന നമ്മൾ മനസ്സുകൊണ്ട് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും അനങ്ങുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പറഞ്ഞത് മുറിവിൻ്റെ ഒടിഞ്ഞുകൊണ്ടാണെന്നാണ് അവർ പറഞ്ഞ് നമ്മളെ നഴ്സസും ഒക്കെ അങ്ങനെയാണല്ലോ പറയാം. അവരൊക്കെ അങ്ങനെ പറഞ്ഞു, ഓക്കെ നമ്മളത് ഇതാവും. അപ്പൊ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ വാർഡിലേക്ക് മാറ്റിയപ്പോൾ നമ്മള് കാല് ഒന്ന് ദേഹമൊക്കെ തുടയ്ക്കാൻ വേണ്ടി അമ്മ ചെയ്തപ്പോഴത്തേക്ക്, അപ്പൊ ഡോക്ടർ അന്ന് തന്നെ അച്ഛനോട് പറഞ്ഞു എനിക്ക് നെർവ് ഇഞ്ചുറി ഉണ്ട്, അപ്പൊ പിന്നെ സെൻസേഷൻ കിട്ടുന്നില്ല, അപ്പം നെർവിന് കാര്യമായിട്ട് പരിക്കുണ്ട്, പക്ഷെ അത് സമയം എടുക്കുമായിരിക്കും, കുറച്ച് ടൈം കൊടുക്കുക, നമുക്ക് ഇപ്പൊ എന്തായാലും ഈ ഓപ്പറേഷൻ കാരണം എനിക്ക് രക്തം ബ്ലഡ് കോട്ടിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഓപ്പറേഷൻ ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ റിസ്ക് എടുത്തിട്ടാണ് ഓപ്പറേഷനൊക്കെ അന്ന് ചെയ്തത്. അപ്പോ അത് കഴിഞ്ഞ് എന്നെ അവിടെ ഈ തുടച്ച് വൃത്തിയാക്കുന്ന സമയത്താണ് എനിക്ക് കാല് പൊക്കി വെക്കുമ്പോൾ കാല് മറിഞ്ഞു പോകുന്നില്ല, വലത്തെ കാല് മറിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ. നമ്മൾ കാല് കുത്തി വെക്കുമല്ലോ, ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ കുത്തി വെച്ച്. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് അത്യാവശ്യം പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ 1 സൈഡിലേക്കുള്ള നെർവ്സിന് പരിക്കുണ്ട്, അപ്പോ അതുകൊണ്ടാണ് ഇത് കയ്യിലോട്ടുള്ളത് പൂർണ്ണമായിട്ട് എന്തോ കാര്യമായിട്ട് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ളിടത്ത് നെർവിന് പരിക്കാണ്, അത് നമുക്ക് ഇപ്പൊ MRI എടുക്കാൻ പറ്റില്ല, കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഓക്കെ നമ്മൾ പറഞ്ഞു ഓക്കെ അത് ഇതാക്കി. അപ്പം 1 സൈഡ് പാരലൈസ്ഡ് ആണ്, കാരണം എന്റെ കണ്ണൊക്കെ ഒരു നമ്മൾ ഈ സ്ട്രോക്ക് വന്നവരെ കാണുന്ന പോലെ ചെറിയൊരു ഇവിടെ ചെറിയ എങ്കോണിച്ച് ഇത് ആ ഒരു ഫീൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ പ്രശ്നമൊന്നുമില്ല അല്ല അന്നത്തെ ഇപ്പൊ പ്രശ്നമില്ല. അന്ന് ഈ കണ്ണിന് ചെറിയ തൂക്കം, ഈ ചുണ്ട് ചെറുതായിട്ട് ഇതാക്കി, മൊത്തത്തിൽ തൊടുമ്പോ ഒരു സൈഡിൽ, കാരണം നമ്മൾ ഈ പണ്ട് ബയോളജി ഒക്കെ പഠിച്ചിട്ടുള്ള പോലെ ഈ തലയിലെ ഒരു ഇടത് സൈഡിലാണെങ്കിൽ വലത് സൈഡിലാണ് നമുക്ക് എഫക്ട് ചെയ്യുക, വലത് സൈഡിലാണ്, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനത്തെ ഒരു ഇഞ്ചുറി ആയിരുന്നു എനിക്ക്, സ്പൈനൽ ഇഞ്ചുറി വന്നിട്ട്. അപ്പൊ 1 സൈഡ് പാരലൈസ്ഡ് ആവുമായിരുന്നു. എനിക്ക് തൊടുമ്പോഴും ഇവിടെ തൊടുമ്പോഴും രണ്ട് ഫീൽ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഒരു 1 വീക്കോളം വീട്ടിലപ്പം വന്ന് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് പറയാനുള്ള ഒത്തിരി ഉണ്ട്, പറയണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നതിനൊരു കാര്യമുണ്ട്. കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോ, നീ സംസാരിച്ചില്ല, പക്ഷെ ഞാൻ ഒരു വോയിസിൽ ഒരു സാധനം പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചോദിച്ചു വരുന്നത്. അപ്പം എനിക്കത് അറിയണം. ഓക്കെ, അപ്പൊ ഞാന് ഭയങ്കര എനിക്ക് മറ്റേ നമ്മളെ കൊണ്ടുവരുമ്പോ എല്ലാവരും വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലാവരും കാത്തിരുന്ന് കൊണ്ടുവരുന്നു. അപ്പം എന്നെ ബെഡ് സെറ്റ് ചെയ്ത് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ട് ഹോളിൽ തന്നെ ആയിരുന്നു. എനിക്കത് ഒരിക്കൽ റൂമിലാണെങ്കിൽ അത്യാവശ്യം കൺജസ്റ്റഡ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും, കാരണം എനിക്ക് ഒറ്റയ്ക്ക് കിടന്നാൽ നെഗറ്റീവ് തോട്ട്സ് വരും എന്നുള്ളത് കൊണ്ട് എന്നെ ഹോളിലെല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവിടെ നല്ല ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്തായിരുന്നു ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് തന്നെ. അപ്പൊ എന്നെ എടുത്താണ് എല്ലാം കൊണ്ട് കിടത്തിയതൊക്കെ. അപ്പം എന്റെ ശരീരം അനങ്ങുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പെയിനാണ്. എല്ലാവരും വന്നിട്ട് എന്താ പറയാ, നമ്മുടെ റിലേറ്റീവ്സും ബന്ധുക്കളും എല്ലാം വന്ന് കരയുമ്പോൾ നമ്മള് ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലാണ്. നമ്മളിങ്ങനെ കിടക്കുമ്പോൾ കാണും, എനിക്ക് നമ്മൾ കിടന്നുകൊണ്ട് ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇനി എണ്ണിക്കാൻ പറ്റുമോ, ഇങ്ങനെ ആയി പോവോ, ഈ തോട്ട്സ് റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ കിടന്നുകൊണ്ടിരിക്കുക. കാരണം വന്ന് 18 വയസ്സേ എനിക്കുള്ളൂ. 18ാം വയസ്സിലാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത്. ഞാനൊരു എഞ്ചിനീയറിംഗിന് പോയിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ KTUവിന്റെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. എനിക്ക് കുറച്ച് പോരാടിയിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ ബികോം ജോയിൻ ചെയ്തു. അപ്പോ അങ്ങനെ അവിടെ എന്താ പറയാ, അങ്ങനെ കുറെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാരെ കാണാൻ വരുമ്പോഴും ഓരോരുത്തരും എന്റെ ഇപ്പൊ നമ്മൾ ഇച്ചിരി പ്രായമൊക്കെ എന്റെ പൊന്നും മോനും ഇങ്ങനെ പറ്റിയല്ലോ, അങ്ങനെ ഓടിക്കളിച്ച് നടന്ന പയ്യനാ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് ആലോചിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളവരെ പോലെ ഇനി ആവാൻ പറ്റുമോ, നമ്മുടെ കൂട്ടുകാരെ പോലെ. അപ്പം ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു, എപ്പോഴും കരയുമായിരുന്നു. ശരീരം അനങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
എൻ്റെ ചേച്ചിക്ക് ഒരു 2 വയസ്സ്, അന്ന് 2-3 വയസ്സുള്ള കുഞ്ഞുണ്ട്. ആ ഒരു സമയത്ത് അവന് അത്രയും വയസ്സുണ്ടായിരുന്നു. അവൻ ഭയങ്കര റിലീഫായിരുന്നു. കാരണം അവന്റെ ഈ കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും കളിയും കാര്യങ്ങളും കാണുമ്പോൾ നമുക്കൊരു റിലീഫ്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോയി അതിന്റെ ഇടയ്ക്കാണ് എനിക്ക് ഈ ഒരു കൈക്ക് ഇവിടെ ഇൻഫെക്ഷനായി. എനിക്ക് പനി കുറയുന്നില്ല. അപ്പൊ നമുക്കൊരു ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ നമുക്ക് വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇത് പനി കുറയാത്തത് ഇൻഫെക്ഷൻ അർജന്റായിട്ട് തന്നെ, അത് ഓർത്തോ ഡോക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞു അർജന്റായിട്ട് തന്നെ മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി ഒരു 1 വീക്കോളം 1 വീക്കോളം എനിക്ക് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു. എന്നിട്ടും ഇത് കുറയുന്നില്ല. മീൻസ് പല ആന്റിബയോട്ടിക്സ് എന്നിട്ടും പനിയുടെ ഇൻഫെക്ഷൻ കുറയുന്നില്ല. പനി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഭയങ്കര വിഷയമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഓപ്പൺ സർജറി ആയിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അത് അവിടെ കയറ്റിയിട്ട് അതും നമുക്ക് ഇത് തരണ്ട, അനസ്തേഷ്യ തരണ്ടെന്ന് പറഞ്ഞു. ഓപ്പൺ സർജറി. അപ്പം ആദ്യം അടുത്ത് പറഞ്ഞു തിരിഞ്ഞു കിടന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞു കിടന്നു. നമുക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലോ നോക്കാൻ. അപ്പൊ ഇതിലെ സർജിക്കൽ ബ്ലേഡ് വെച്ച് ഇങ്ങനെ കീറി അതിനകത്തൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ആദ്യം എന്തൊരു എക്സൈറ്റ്മെന്റ് നോക്കി, പിന്നെ ബോധം പോയി. പിന്നെ മീൻസ് ഇത് നെർവ് ഇഞ്ചറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മുറിവുണ്ടാവുന്ന പോലെ അല്ല. അപ്പൊ എനിക്കുള്ളൊരു പെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇപ്പം എത്ര ഓട്ടമുള്ള കറണ്ടാണോ നമ്മുടെ ശരീരത്തിലേക്ക് അടിച്ച് കയറ്റുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പെരുപ്പ് പോലത്തെ, ഞാൻ പെരുപ്പെന്നാണ് ഞാൻ പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ ഫീലിംഗ് ആണ്. അപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ സംസാരിച്ചപ്പോഴും ഞാൻ പറയുന്നത് ഒരു വേർഡ് പറയുന്നതേ ഉള്ളൂ, ഒരു പ്രത്യേകതരം ഫീലാണ്. അപ്പൊ നമുക്കിപ്പോ കറക്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ മെഡിക്കൽ ടൈമിൽ കറക്റ്റ് ആണോന്ന് എനിക്ക് അറിയില്ല, മെഡിക്കൽ എക്സ്പേർട്ട് അല്ല. അപ്പോ അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് പറഞ്ഞാലേ അറിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര രീതിയിലുള്ള എനിക്ക് പറഞ്ഞു എന്റെ കയ്യിലല്ല പെയിൻ, എനിക്ക് കയ്യിൽ സെൻസേഷൻ ഇല്ല. എനിക്ക് സ്പൈനലിൽ നിന്ന് വരുന്ന ആ ഒരു തോട്ട് അവിടുത്തെ ഇടിച്ച് വീണതിന്റെ അവിടുന്ന് എന്റെ ഉള്ള പ്രശ്നമാണ്, അതാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കൈക്ക് ഇവിടെ ഭയങ്കര പെയിൻ, ഈ ഒരു മുട്ടിന് ഭയങ്കര കറണ്ട് അടിച്ച് കയറുന്ന പെയിന് അതപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ പിന്നെ യൂസ്ഡ് ആയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അപ്പോഴത്തെ അത്രയും ഇപ്പൊ ഇല്ല. അങ്ങനെ നമ്മുടെ ബോഡി വീക്ക് ആകുമ്പോഴത്തേക്ക് ഭയങ്കര രീതിയിൽ അത് റിഫ്ലക്ട് ചെയ്യും, അല്ലാത്ത സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ സമയത്ത് അങ്ങനെ ആയിരുന്നു. അപ്പോ അതിനുശേഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറെ ഉണ്ട് കഥയൊക്കെ, വെറുതെ നെഗറ്റീവ് പറഞ്ഞു. ഞാൻ അതാ ചോദിച്ചത്, എന്ന് വെച്ചാൽ ഒരു ഇൻസ്പിറേഷൻ ആവാനായിട്ട്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഞാൻ പല ആൾക്കാരുടെയും, ഞാൻ സോഷ്യൽ വർക്കാണ് പഠിച്ചത്. അപ്പം നമുക്ക് ഈ കൗൺസിലിങ്ങും സംഭവങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മീറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു 70-75% ആൾക്കാർക്കും എന്തെങ്കിലും ഒരു റീസൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ ക്വിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാർ. എന്തെങ്കിലും ആണെങ്കിൽ തന്നെ അതിൽ നിന്ന് വിട്ടു മാറി പോവാം, ഇനി ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നീ എങ്ങനെ ഇതിനെ സർവൈവ് ചെയ്തു വന്നേ? ഈ നമ്മൾ ഈ പറയുന്ന ചില മോട്ടിവേഷൻ സാധനങ്ങളായിരിക്കാം, ചിലപ്പം സംതിങ് ഉണ്ടാവുമല്ലോ. എനിക്ക് മറ്റൊരാളെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചധികം സുഹൃത്തുക്കൾ, അതുപോലെ ഫാമിലിയാണ് ഫസ്റ്റ് പറയേണ്ടത്. ഫാമിലി, അവരുടെ സപ്പോർട്ട്. അത് കഴിഞ്ഞ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഭയങ്കരമായിട്ട് അവര് നിന്നു. കുറെ പേര് ഞാൻ വിശ്വസിച്ച് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ടായില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതെന്നെ കുറച്ചുകൂടെ തളർത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് നിന്ന, ഒരുപാട് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ച ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരും കൂടെ കാണുമെന്ന് വിശ്വസിച്ചാലും അതനുസരിച്ചൊന്നും അവർ കൂടെ ഉണ്ടായില്ല. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് മനുഷ്യര് അവര് ഭയങ്കര രീതിയിൽ കൂടെ നിന്നു. അതുപോലെ തന്നെ അവർ ലൈഫിന്റെ ഇപ്പോഴും പാർട്ടാണ്. അന്ന് തൊട്ട് ലൈഫിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് മാറിയ ഒരുപാട് പേരുണ്ട്. അപ്പോ എനിക്ക് സർവൈവ്, എനിക്കൊരാൾ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടില്ല. നമ്മളൊരു റിയലൈസ് വരിക എന്നുള്ളതാണ് ഇതിനകത്തൊരു സംഭവം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ മുമ്പത്തെ സ്റ്റോറിയുടെ ബാക്കി ഒരു പാർട്ടൂടെ പറയാനുണ്ട്. എന്ന് വെച്ചാൽ അന്ന് അവിടെ ഈ അതിനുശേഷമായിരുന്നു അവിടെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ, ഈ പ്രൈവറ്റ് കോളേജിലൊക്കെ അപ്പൊ ഇൻസ്പെക്ഷൻസ് വരുമ്പോഴത്തേക്ക് അവിടെ ഡോക്ടേഴ്സ് വന്ന് വിസിറ്റ് ചെയ്ത് പ്രോപ്പർ ഡോക്ടേഴ്സ്, പ്രോപ്പർ പേഷ്യൻസ് ആണ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഒരു 18 വയസ്സുള്ള പയ്യൻ വൺ സൈഡ് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്നു എന്നുള്ള രീതിയിൽ അവര് തോട്ട് സംസാരിച്ചു. അപ്പൊ അർജന്റായിട്ട് തന്നെ MRI എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് വൈകിട്ട് തന്നെ MRI. അപ്പൊ ഇത് നമുക്ക് തല മൊത്തം ഇടിച്ച് കലങ്ങി കിടക്കുകയാണ്, അങ്ങനെ സംതിങ് എന്തോ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ, എനിക്കറിയില്ല. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്നത്. എനിക്ക് കറക്റ്റ് സത്യം പറഞ്ഞാൽ അതൊന്നും ഓർമ്മയില്ല, ഒരു ഓളത്തി പറയുന്നതാണ്. അപ്പോ അങ്ങനെ എനിക്ക് അന്ന് MRI എടുത്തു. അതിനുശേഷം എന്നോട് ഞാൻ വീട്ടുകാരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നില്ല കാര്യം എന്താ. എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി, എന്താ ഇത് പറയാത്ത. അപ്പൊ ഞാൻ ഡോക്ടറിനോട് പിന്നെ ഡയറക്റ്റ് ചോദിച്ചു, എന്താ എനിക്ക് ഇനി എണ്ണിച്ച് നടക്കാൻ പറ്റില്ലേ, എല്ലാ കാലം ഇങ്ങനെ ആയിരിക്കും, എനിക്ക്
ഇതായിരിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അപ്പം ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നിനക്ക് നെർവ് ഇഞ്ചുറി ഉണ്ട്, നെർവ് കൈ സ്പൈനിൽ നിന്ന് കയ്യിലോട്ടുള്ള നെർവ്സ് C2 C4 ആ ഒരു സെക്ഷനാണ് കയ്യിലോട്ടുള്ള നെർവ് വരുന്നത്. ആ ഒരു ബണ്ടിൽ ഓഫ് നെർവ്സ് എനിക്ക് കട്ടായി പോയി എന്ന് പറഞ്ഞു. സ്പൈനിൽ നിന്ന് പറഞ്ഞു പോയി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇടിച്ച് അതിന്റെ എഫക്റ്റിൽ പറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് ഇപ്പൊ കാലില് ബാക്കിയുള്ള സ്ഥലത്തേക്കും ഉള്ളത് നെർവിന് ചതവാണ് പറ്റിയേക്കുന്നത്. അതൊരു 6 മാസം കൊണ്ട് എനിക്ക് റിക്കവർ ആവും. ആ ഒരു ടൈം പീരീഡ് നമ്മൾ കൊടുത്ത അതിന് എക്സസൈസും അതിന് വേണ്ട കാര്യങ്ങൾ ഫുഡുകളൊക്കെ കഴിച്ച് ഫിസിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊരു ഓക്കെ എനിക്ക് നടക്കാൻ പറ്റുമേ, അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി, എനിക്ക് എണ്ണിച്ച് നടക്കാൻ പറ്റും. ഡോക്ടർ തരുന്ന കോൺഫിഡൻസ് കൂടിയാണ്. അപ്പൊ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ നടക്കാൻ പറ്റും, നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പം കൈയുടെ കാര്യം ഇപ്പൊ എന്താന്ന് വെച്ചാൽ കൈക്ക് വേണ്ടി ഇനി അടുത്തത് ഓപ്പറേഷൻസ്, അടുത്തൊരു മേജർ സർജറി ചെയ്യണം. അത് നമുക്ക് ആദ്യത്തെ 3 സ്റ്റേജ് സർജറിയാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ് സർജറി ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് ഒരു 2 മാസത്തിനുള്ളോ മറ്റോ ചെയ്യണം. ആക്സിഡന്റ് ആയി 3 മാസമോ അങ്ങനെ ടൈം പീരീഡ്, അപ്പോഴത്തേക്ക് 1 മാസത്തോളം ആയിരുന്നു. 2 മാസത്തിനുള്ളിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ഹോസ്പിറ്റൽസ് ഒക്കെ കേരളത്തിൽ പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞ് ആ ഡോക്ടർ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റല് കോയമ്പത്തൂർ ഗംഗ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലായിരുന്നു. അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അത് അവിടെ പോയി കാണുന്നത് തന്നെയാണ്. വേണമെങ്കിൽ അത് പോയി കണ്ടാലേ അവിടുത്തെ അവസ്ഥ മനസ്സിലാവും. കാരണം അവിടെ ഈ പറഞ്ഞ മറ്റു രോഗങ്ങളൊന്നുമില്ല. ഈ ആക്സിഡന്റ് കേസുകളും ഈ ഒടിഞ്ഞു പറഞ്ഞു പോകുന്നവരെ ഒന്നിച്ചു ആക്കി വിടുന്ന ടൈപ്പ് ഓഫ് ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ വലിയൊരു ഹോസ്പിറ്റലായിരുന്നു ആദ്യം നമുക്ക് നോക്കിയിരുന്നത്. കുറച്ചുകൂടി ഫിനാൻഷ്യലി ഒക്കെ നോക്കുമ്പോൾ അതായിരുന്നു നല്ലത്. പക്ഷെ നമുക്ക് അവിടെ സ്ലോട്ട് കിട്ടിയില്ല. നമ്മൾ കുറച്ച് ട്രൈ ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇത് ഓക്കെ പൈസ കുറച്ച് കൂടുതലാണ് എന്നുള്ള പറഞ്ഞിരുന്നു ഓൾറെഡി. അപ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂമുകളൊന്നും എടുക്കേണ്ട, വാർഡ് തന്നെ എടുത്താൽ മതി. ഡോക്ടർ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇന്ന പോലൊക്കെ ചെയ്തു. ആ ഡോക്ടർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. തോമസ് ആഞ്ചലോ സക്രിയ എന്നാണ് ഡോക്ടറിന്റെ പേര്. അദ്ദേഹം ലൈക്ക് എ ബ്രദറാണ് എൻ്റെ അടുത്ത് അന്നും ഇന്നും നിൽക്കുന്നത്. അദ്ദേഹം ഓരോ കാര്യവും പറഞ്ഞു തരും. അല്ലെങ്കിൽ വെളുമ്പിഴാടാവാന്നിരിക്കും പറയാതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും പെയിനാണ്, അതൊക്കെ അങ്ങനെയൊക്കെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഫീൽ ഫ്രീ ആയിട്ടാണ് എൻ്റെ അടുത്ത് ഇടപെടുന്നത്. എനിക്ക് ഭയങ്കര ആളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നിപ്പോ. പക്ഷെ ആളെ ഭയങ്കര രീതിയിൽ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സംശയങ്ങൾ ചോദിക്കാനും എനിക്കിത് പറ്റുമോ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ പറ്റും, നിനക്കൊണ്ട് പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പം ആ ഡോക്ടർ അന്ന് അവിടെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഡോക്ടറിന്റെ ഒരു റെഫറൻസ് കൊണ്ട് പോയപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്ക് മീൻസ് ആള് പറഞ്ഞു വിട്ട ആളാണ്, ആളുടെ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ഈ ക്ലീനിങ് സ്റ്റാഫ് വരെയും അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനമാണ്. അപ്പൊ അങ്ങനത്തെ രീതിയിലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. മീൻസ് നമ്മള് അപ്പൊ അവിടുത്തെ പേഷ്യൻസ് അവിടെ നമ്മൾ വാർഡിൽ കിടന്നുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്തു. അച്ഛനും എന്നെ പോലെ കുറച്ച് സംസാരപ്രിയനാണ്. അദ്ദേഹം ആൾക്കാരോടൊക്കെ സംസാരിച്ച് ഓരോ കഥ വന്ന് എൻ്റെ അടുത്ത് പറയും. ഇത് എന്നെക്കാട്ടിലും ഭയങ്കര ഓരോ കഥ കേൾക്കുമ്പോൾ, കാരണം എനിക്ക് ഓരോടത്തും പോകാൻ പറ്റില്ല. പക്ഷെ ഓരോരുത്തരെ അവിടെ തള്ളിക്കൊണ്ട് പോകുന്ന ഇതൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ അപ്പുറത്തെ ആളിങ്ങനെയാണ് ഇപ്പുറത്തെ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ എനിക്കൊന്നുമില്ല. അത് ചോദിക്കുമ്പോൾ എനിക്കൊന്നും എന്ന് എനിക്ക് അപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കത് ഡോക്ടർ എൻ്റെ അടുത്ത് ആദ്യത്തെ പോയി അന്വേഷിച്ച് കാണിച്ചത്, നമുക്ക് ആദ്യം ഒന്ന് കാണിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ എൻ്റെ ബോഡി ആദ്യത്തെ തവണ പോയി എക്സാമിനേഷൻ ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ബോഡി ഭയങ്കര വീക്കായിരുന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ട് ചൊട്ടിപ്പോയായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ആ ഒരു സമയത്തേക്ക് പ്രോപ്പറായിട്ട് ഫുഡും കാര്യങ്ങളും കഴിക്കാത്തോണ്ടോ അല്ലെങ്കിൽ ടെൻഷൻ ആയിരിക്കും എനിക്ക് അറിയില്ല, കുറച്ച് ബോഡി വീക്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ബോഡി കുറച്ചുകൂടെ ഓക്കെ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയിട്ട് പിന്നെ 1 മാസം വീട്ടിൽ നല്ല ഫുഡൊക്കെ തന്ന് ഞാൻ സുന്ദരക്കുട്ടനായി. നല്ല തടിച്ചെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ഓക്കെ നല്ല രക്തമൊക്കെ ശരീരത്തിൽ വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2ാമത് പോയി. 1 മാസത്തോളം എടുത്തിട്ട് 2ാമത് പോയപ്പോഴാണ് അപ്പോൾ ഈ കിടത്തിക്കൊണ്ട് കാറിനകത്ത് ഫ്രണ്ട് സീറ്റ് കിടത്തി അങ്ങനെ ഇട്ടിട്ടാവുന്നു. അപ്പൊ ഈ ഓരോ ഷെയ്ക്ക് പോലും എനിക്ക് പെയിൻ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി 2ാമതാണ് ഈ പറഞ്ഞ വാർഡിലേക്കൊക്കെ മാറ്റി അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം പോയപ്പോൾ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. മീൻസ് എന്താണ് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്, ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകാൻ മാത്രമേ പറഞ്ഞുള്ളൂ. 2ാമതായപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ സെൽസ് ഒക്കെ റീജനറേറ്റ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ ഓക്കെ ആവുമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എന്നെ കൊണ്ടുപോവാണ്, എല്ലാരും വന്ന് യാത്ര പറയുന്നു, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞു വിടുന്നു. ഇതെന്താ സംഭവം എനിക്കൊന്നും മനസ്സിലാവുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ 2ാമത് ഇതിനെപ്പറ്റി അവിടെ ചെന്നപ്പോഴോ എനിക്ക് എന്തോ വലിയ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ് എന്നുള്ളത് അറിയുന്നു. അപ്പോ ഇത് എന്റെ അടുത്ത് പറഞ്ഞ അവിടുന്ന് മുറിക്കുന്നു ഇവിടുന്ന് മുറിക്കുന്നു വെക്കുന്നു ഇങ്ങനത്തെ ഒരു ഐഡിയ എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ എനിക്കിത് എന്തോ ചെയ്യാം ടെൻഷൻ പേടിപ്പനി എന്നൊക്കെ വേണേ പറയാം. പേടിപ്പനിയായി 2-3 ദിവസം പനിയൊക്കെ ആയപ്പോ പിന്നെ ഒരു മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ വളരെ സംസാരിച്ചു. ആദ്യം ഇംഗ്ലീഷ് ഡോക്ടർ, ഒരു പുറത്തുനിന്നുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അദ്ദേഹം വന്നിട്ട് സംസാരിച്ചു. കുറെ യൂറോപ്പിൽ നിന്നൊക്കെ ഉള്ള ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് അവിടുത്തെ മെയിൻ 2 ഡോക്ടേഴ്സ് ഉണ്ട്. രാജ്യസഭാപതി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഓരോ രാജ്യത്ത് ഓരോ അങ്ങനെയൊക്കെ പോയി ഡോക്ടർ ചെയ്യുന്ന ഒരാളാണ്. കുറെ അസിസ്റ്റൻസ് ആയിട്ട് വന്നിന്ന് പല വിദേശ ഡോക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെയോ ഇംഗ്ലീഷ് സംസാരിച്ചു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
അപ്പം എനിക്ക് അന്ന് അത്ര ഫ്ലുവന്റ് അല്ല. അപ്പം അവിടുത്തെ ഒരു ഭാഷ നമുക്ക് കേൾക്കുമ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. പിന്നെ ഒരു മലയാളി ഡോക്ടർ അത് കാര്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഇതേപോലെയാണ് എന്റെ കാലിന്റെ ഈ മുട്ടിന് താഴെ ഇവിടം വരെയുള്ള നെർവ് എടുത്തിട്ട് അത് കഴുത്തി ഇവിടെ ഓപ്പൺ, ഇപ്പോഴും പാടുണ്ട്, ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് ഈ മുട്ടിന്റെ ഈ ഒരു ഭാഗം വരെ ഇപ്പോഴും ഇവിടെ വരെ കണക്ട് ചെയ്യും. അപ്പോൾ ഈ മസിലിന് പവർ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. അപ്പൊ ഈ മസിലിന് പവർ കൊടുത്തിട്ട് നമ്മൾ കൈ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം, അതാണ് അവര് പറഞ്ഞേക്കുന്ന ഒരു സംഭവം. അപ്പൊ അതിനുശേഷമാണ് അടുത്ത 2 സ്റ്റേജിലേക്ക്, ഈ താഴേക്കും വിരലിലേക്കും ഉള്ളതൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റേജ് പറഞ്ഞു. അപ്പൊ ഓക്കെ നമുക്ക് നോക്കാം. അപ്പം അപ്പോഴാണ് കുറച്ച് സമാധാനമായത്. ഇന്നതാണ് എനിക്ക് ഇത്ര ദിവസം കൊണ്ട് റെസ്റ്റ് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ. അപ്പം എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു മലയാളം അറിയുന്ന ഒരു ഊട്ടി എന്നുള്ളൊരു നഴ്സിനെയൊക്കെ എനിക്ക് ഇട്ട് ഇറക്കി എന്നെ സംസാരിച്ച് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 2 ദിവസം കൊണ്ട് പനിയൊക്കെ ഓക്കെ ആയി. പിന്നെ ഒരു 2 ദിവസം കൊണ്ട് ഓപ്പറേഷന് നടന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേരളത്തിൽ ഇത് അന്നത്തെ സമയത്ത് റയർ കേസായിരുന്നു, കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഡെയിലി ഇതിനെ പറ്റി 5-6 ഓപ്പറേഷൻ, ഈ സെയിം കേസ്. ഇത് ബ്രേക്കൽ പ്ലക്സസ്, പ്രൊനൗൺസ് എങ്ങനെയാണോ അറിയത്തില്ല, ബ്രേക്കൽ പ്ലക്സസ് എന്നാണ് ഇതിന്റെ ഇഞ്ചുറി നെയിം വരുന്നത്. അപ്പൊ ഈ ഒരു ഇഞ്ചുറിക്ക് അവിടെ എന്നെ അന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന ദിവസം തന്നെ 4-5 പേരെ ആ ഡോക്ടർ, അതൊരു 5 മണിക്കൂർ സംതിങ് എടുത്ത്, 5-6 മണിക്കൂർ എടുത്ത് വലിയ ടൈം എടുത്ത ഡോക്ടർ, കാരണം ഇത്രയും ചെയ്യണം. അപ്പൊ അത് ഇതായിരുന്നു. അപ്പൊ അതാണ് എനിക്ക് ഇത് നമുക്ക് ചോദിച്ച ചോദ്യം എന്തായിരുന്നു, ഞാൻ മറന്നുപോയി. ഇൻസ്പിറേഷൻ. ഓക്കെ. അപ്പം ഇതൊക്കെ ലൈഫിൽ അവിടുന്ന് കിട്ടിയ ഓരോ അനുഭവങ്ങളും അവിടെ കണ്ട ഓരോ മനുഷ്യരും അവരതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നതും എനിക്ക് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവിടെ ഞാൻ കണ്ട കാഴ്ചകൾ എനിക്ക് ഭയങ്കര, ഞാൻ അങ്ങനത്തെ കാഴ്ചകളൊക്കെ അവിടെ, അത് കാരണം ഞാൻ പറഞ്ഞില്ല, അവിടെ മറ്റേ സ്റ്റോറീസ് കണ്ടു. പലരും വന്ന് റൂമിൽ വന്നിരുന്ന് സംസാരിക്കും. തമിഴാണ്, നമുക്ക് തമിഴ് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. കോയമ്പത്തൂർ തമിഴ് എന്നൊക്കെ പറയുമ്പോൾ കോയമ്പത്തൂർ തമിഴ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന്. പിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം മാറിപ്പോകുന്ന കോയമ്പത്തൂരുള്ളവര് മിക്കവാറും ഫാമിലീസ് പാലക്കാടുണ്ടാവും. പാലക്കാടുള്ളവരുടെ കുറച്ച് ഭയങ്കര കണക്ഷനാണ്. അതുകൊണ്ട് ഈ മലയാളം നമുക്ക് ഈ തമിഴ് ഏകദേശം പെട്ടെന്ന് കിട്ടുന്ന സാധനം കൂടെ. തമിഴ്. അപ്പൊ ഇവര് വന്നിരുന്ന റൂമിൽ വന്ന് ഭയങ്കര സ്നേഹമാണ്. ഇവര് വന്നിരുന്ന അച്ഛൻ ഭയങ്കര സ്നേഹമാണ്. അവര് വന്നിരുന്ന ഒരുപാട് സംസാരിക്കും, ഇങ്ങനെയാണ് അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ പറയും. അവിടെ പിന്നെ അങ്ങനെയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയമ്പത്തൂർ മാത്രമല്ല, തമിഴ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കര അങ്ങ് കെയർ ചെയ്യും കുറച്ച് കൂടുതലായിട്ട്. അത് അവര് ഭയങ്കരമായിട്ട് കെയറിങ് ആയിരുന്നു. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അടുത്ത റൂമിലെ ആൾക്കാരെ കേൾപ്പിച്ചിട്ട് പോകും. അപ്പൊ അവര് ഓരോന്നൊക്കെ പറഞ്ഞു. റൂമല്ല, ഒരു പാർട്ടീഷനാണ്, ഒരു വാർഡ് സെറ്റപ്പ് തന്നെയാണ്. അപ്പൊ അങ്ങനെ അത് അവിടെ നിന്നൊക്കെ ഒരു നമുക്ക് ഹീലിംഗ് വരുന്നത് നമ്മൾ റിലീസ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെ. ഞാൻ എനിക്ക് മോട്ടിവേഷൻ വന്നിട്ടുള്ള അല്ലെങ്കിൽ റിക്കവർ ആയിട്ടുള്ളത് ഞാൻ ആരുടെയും ഇതൊക്കെ ഒരു പാർട്ടാണ്. ഇതൊക്കെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരാള് എന്നെ ഇൻസ്പയർ ചെയ്തു എന്ന് പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. ഇന്ന ആളുടെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞാൻ വന്നതെന്നില്ല. എനിക്ക് ഇതെല്ലാം എനിക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കടന്നുപോയി. ഇവർ ഓരോരുത്തരുടെ വാക്കുകളും സപ്പോർട്ടും ഫാമിലിയുടെ സപ്പോർട്ടും എന്ത് വന്നാലും കൂടെ നിൽക്കും എന്നുള്ള സപ്പോർട്ട്. കാരണം ഇത് എന്റെ തെറ്റുകൊണ്ട് വന്നതല്ല. കാരണം നമ്മൾ ലിഫ്റ്റ് കിട്ടി കയറി വന്നതാണ്, നമ്മൾ കൊണ്ടുവച്ച് കയറ്റിയതുമല്ല, ഇങ്ങോട്ട് വന്നിടിച്ചതാണ്. ഇതൊക്കെ അവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ പോലും, അങ്ങനെ ചെയ്താൽ പോലും നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ നിൽക്കും. അത് വേറെ കാര്യം. എന്നാൽ പോലും നമ്മളൊക്കെ അറിയാതെ പറ്റും. കാരണം ഇതിനു മുമ്പ് എനിക്ക് 2 ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മീൻസ് ഞാൻ ആക്സിഡന്റ് അതും കണ്ടിന്യൂസ്ലി 3 വർഷമായിരുന്നു. ഇത് 3ാമത്തെ വർഷമായിരുന്നു. ആദ്യത്തെ വർഷം ഒരു ഫ്രണ്ടുമായിട്ട് പോയി ഒരു കള്ളുകൂടിയെടുത്ത് ചാടി, അങ്ങനത്തെ ഒരു ആക്സിഡന്റ് ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് മുഖത്തിന്റെ ഒരു സൈഡ് മൊത്തത്തിൽ പരിക്ക് കിട്ടി. അത് പ്ലാസ്റ്റിക് സർജറി അല്ല, ഇതിനകത്ത് കുറച്ച് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു സ്കിൻ സൈഡ് മൊത്തം പോയായിരുന്നു, മുഖത്ത് റോഡിൽ വരഞ്ഞിട്ട്. 2ാമത്തെ തവണ റോഡിന്റെ സൈഡിൽ ഇരുന്നപ്പോഴത്തേക്കൊരു സ്കൂട്ടർ കൊണ്ട് ഇടിച്ച് കയറി, ബൈക്കിനകത്തിരുന്നയാണ്. അപ്പൊ അത് സൈലൻസർ ഇടിച്ച് പൊങ്ങി, സൈലൻസറിന്റെ അടുത്തുള്ള പുട്ടറസ്റ്റ് കാലിടിച്ച് കയറി, കാലിലടിയിൽ ഒരു 10-15 സ്റ്റിച്ചൊക്കെ കിട്ടി, 10-അടിയിൽ. അപ്പൊ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അതൊരു 1-2 മാസം. അത് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ആക്സിഡന്റ് വരുന്നത്. അപ്പം കണ്ടിന്യൂസ്ലി 3 വർഷമാണ്. അത് 2 ഒക്ടോബർ മാസമായിരുന്നു എനിക്കുണ്ടായത്. ഞാൻ ഒക്ടോബർ മാസം പേടിച്ച നടന്നു, ഒന്നും പറ്റല്ലേ. പക്ഷെ നവംബർ മാസം കിട്ടി. എന്താ എനിക്ക് അറിയത്തില്ല, അത് സമയത്തിന്റെ ആണോ, ഇത് സമയത്തിനൊക്കെ വിശ്വസിക്കും, എനിക്ക് ഇതിനെ പറ്റി അറിയില്ല. അത് ഒരു കണക്ഷനിൽ 3 വർഷം. പക്ഷെ എപ്പോഴെങ്കിലും ഇത് ഈ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ ചോദിക്കുന്നു വിചാരിച്ച കേസ്, എസ്പെഷ്യലി നമ്മുടെ ഈ റോഡ് റൂൾസ് ഉണ്ടല്ലോ, എസ്പെഷ്യലി നീ ഇപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ മിസ്റ്റേക്ക് ആയിരുന്നില്ല, റോങ് സൈഡ് വന്നത് ആ ബസ്സുമായിരുന്നു. എന്നിട്ട് അവർക്കൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഫൈനെങ്കിലും കൊടുത്തു തോന്നുന്നുണ്ടോ? 2000 രൂപ മറ്റാണ് അന്നത്തെ ഫൈൻ. അത്രേ ഉള്ളൂ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതാണ് അവരുടെ കേസ് വരുന്നത്. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് വണ്ടി എടുക്കാം, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബസ് എടുക്കാം, അവർക്ക് വീണ്ടും റൂട്ടിൽ ഓടാം. ആ ഡ്രൈവർ തന്നെയാണോ അതെനിക്കറിയില്ല. വീണ്ടും അവർക്ക് വണ്ടി ഓടിക്കുന്നതിന് പ്രശ്നം വരത്തില്ല. എന്റെ നാട്ടിൽ തന്നെ ഉള്ള ബസ് ടീമുമാണ്. അറിയുന്നവരായിരുന്നു.
അറിയുന്നവരാണ്, പക്ഷെ അവർ നമ്മളെ കാണാൻ പോലും വന്നിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡാണ്. അപ്പോൾ അതൊക്കെ ഓരോ നമുക്ക് കുറേ ഈ ഒരു മീൻസ് അതുവരെ ലൈഫ് ഒരു സീരിയസ്നെസ് ഇല്ലാതെ പോയിരുന്നിടത്തുനിന്ന് എന്താണ് ലൈഫെന്നും എങ്ങനെയാണ് ലൈഫെന്നും ഒരു ജീവന്റെ വില എന്താണെന്നും അല്ലെങ്കിൽ ഞാനിനി ജീവിച്ചിരിക്കേണ്ടതിൻ്റെ അതൊക്കെ ആ കിടപ്പിൽ നമ്മൾ കിടന്നു. കാരണം അന്ന് ഞാൻ കിടന്ന സമയത്ത് ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലവും മൂത്രവും നമ്മുടെ ഒരാൾ നമ്മളെ സഹായിച്ച് അവരുടെ ഹെൽപ്പോട് കൂടി മാത്രം പോകാന്ന് പറഞ്ഞാൽ അതൊട്ടും നമുക്ക് ആ ഏജ് ആയിക്കോട്ടെ ഏത് ഏജിലായിക്കോട്ടെ അതത്ര നമുക്ക് ഭയങ്കര രീതിയിൽ ഇതാകുന്ന ഒരു കാര്യം. എനിക്ക് ഭയങ്കര രീതിയിൽ അപ്പൊ എന്റെ അമ്മ അത് ഭയങ്കര രീതിയിൽ എനിക്കെന്ന് ആദ്യത്തെ ആഗ്രഹം എനിക്ക് എണ്ണിച്ച് നടന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുള്ളതായിരുന്നു. അത്രയ്ക്കും ഞാൻ ആ സമയത്ത് അത് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അതേപോലെ ബുദ്ധിമുട്ടുന്ന കാണുമ്പോൾ അതൊരു ഓക്കെ അവർക്കത് മകനുള്ള സ്നേഹമായിട്ട് അവർ എല്ലാം ചെയ്യും. അതിപ്പോ നമ്മൾ അവർ പ്രായമായാലും അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ളവരായാലും നമ്മുടെ വീട്ടുകാർ അങ്ങനെ ചെയ്യും. അതല്ല നമുക്കൊരു തോട്ടുണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. എനിക്ക് ആദ്യത്തെ ആഗ്രഹം എനിക്ക് എണ്ണിച്ച് ഇതായിരുന്നു. ആദ്യമായിട്ട് ഞാൻ എണ്ണിച്ച് നിന്ന സമയത്ത് എണ്ണിച്ച് നിർത്താന്ന് ഡോക്ടർ പറഞ്ഞ് എണ്ണിച്ച് നിർത്തിയ സമയത്ത് എണ്ണിച്ച് നിർത്തി ഇങ്ങനെ തല തിരിഞ്ഞ് നോക്കി. അപ്പം ഈ ബ്ലഡ് ഇത്ര നാൾ ഇങ്ങനെ കിടന്നിട്ട് നേരെ എന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് താഴോട്ട് വന്നപ്പം തല ഇറങ്ങി വീണു. അപ്പം ഈ കണ്ണ് തുറന്ന് ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് തട്ട് ഉണർത്തിയപ്പോഴത്തേക്ക് ലൈക്ക് എന്താ പറയാ എന്റെ വീട്ടുകാർ ഇങ്ങനെ എന്റെ മുമ്പിൽ കരച്ചിൽ കാണിക്കാതെ കരയുന്ന അമ്മയൊക്കെ കരയുന്ന ഒരുപാട് ഞാൻ കണ്ടു. പക്ഷെ അച്ഛനും ചേച്ചിയും ഈ കുഞ്ഞ് എന്നെ അപ്പു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പുമാമ എന്ന് കുഞ്ഞ് വരെ വിളിക്കുന്ന കേൾക്കുമ്പോ ഭയങ്കര അതെനിക്ക് ആ നിമിഷമൊക്കെ ഇപ്പോഴും ഭയങ്കര എന്തോ പോലെ ഇപ്പോഴും മനസ്സിൽ നിൽപ്പുണ്ട്. അറിയത്തില്ല. ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞല്ലോ, നിന്നോട് ഞാൻ ചോദിക്കാൻ കണക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു സാധനം ഉണ്ടെന്ന്. അപ്പൊ ഞാനിങ്ങനെ നിനക്ക് വോയിസ് അയച്ചാലും നീ എനിക്കൊരു സാധനം അയച്ചിട്ടുണ്ടായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വലിയ അച്ചീവ്മെന്റ്സ് ഒന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞില്ലേ. എടാ ഇപ്പൊ ഈ പറഞ്ഞ കഥ കേൾക്കുന്ന ഒരു മനുഷ്യന് നിനക്ക് അച്ചീവ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നിന്നെ പിടിച്ചിരിക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ എടാ ഇത് ലൈഫില് നമുക്കെല്ലാം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ ഇത്രയൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇത്രയും സർവൈവ് ചെയ്ത് നീ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നില്ലേ. ഇവിടെ വന്നിരിക്കുന്നതിനല്ല ഞാൻ പറഞ്ഞത്, നീ ഇത്രയും ഇവിടം വരെ ഓടുന്നില്ലേ, അതൊരു അച്ചീവ്മെന്റ് അല്ലേ. നീ അങ്ങനെ ഒരിക്കലും കൺസിഡർ ചെയ്ത് ഞാനത് കണക്ട് ചെയ്ത് വന്നത് നിന്നെ ചോദ്യം ചോദിക്കായിരുന്നതാ. നീ ഈ അവാർഡ് സാധനങ്ങൾ അതൊക്കെ എടുത്തിട്ട് പോകാൻ പറ. നീ ഇപ്പൊ ഈ നിൽക്കുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റാ. ഞാനത് നീ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടും ഇതായിട്ടൊന്നും പറയുന്നതല്ല. സർവൈവിങ് ഈസി അല്ലടാ, അത് നീ ചെയ്തത് അത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. അതുകൊണ്ട് നീ ഒരിക്കലും ഇനി അങ്ങനെ കൺസിഡർ ചെയ്യരുത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് എണ്ണിച്ച് വരാൻ പറ്റി എന്നുള്ളത് വലിയ വിജയം തന്നെയാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് എണ്ണിക്കാൻ പറ്റി, നടക്കാൻ പറ്റി. ഞാനിപ്പോ ഓടിച്ചാടി മല കയറുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് സോളോ ആണ് കൂടുതൽ പോകാറ്. എല്ലാവരുമായിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടം തന്നെ, പക്ഷെ സോളോ ആണ് ഞാൻ എല്ലായിടത്തും പോകുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. എനിക്കതൊന്നും ഒരു കൈക്കല്ലേ പ്രശ്നമുള്ളൂ. എനിക്ക് രണ്ട് കാലം ഒരു കൈ ഉണ്ട്, എനിക്ക് അതുകൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. എനിക്ക് ഞാൻ മല കയറുന്നുണ്ട്, ഞാൻ ട്രക്കിങ് ചെയ്യും, അത്യാവശ്യം ഫോട്ടോഗ്രാഫി അത് ഏറ്റവും മെയിൻ പാർട്ടാണ്. പക്ഷെ ഈ പറഞ്ഞ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കുന്ന എല്ലാ ടോപ്പിക്കുകളിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും എല്ലാം പറ്റില്ല. നീ അങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും എല്ലാം പറ്റില്ല. ഇപ്പൊ എല്ലാം ഇപ്പൊ ഓക്കെ ആയിട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ എനിക്കും എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. നീ എന്റെ അച്ചീവ്മെന്റിന്റെ കേസിൽ നീ ഒരിക്കലും ആരോടും അത് ഞാൻ നിന്നോട് പറയണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം. ഒരിക്കലും നീ അത് എവിടെയാണെങ്കിലും അത് പറയരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എല്ലാം അച്ചീവ് ചെയ്തടാ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയണം, നിന്റെ ആ വോയിസ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം നീ അത് ഇട്ടപ്പോ ഞാൻ മുഴുവൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ കേട്ടിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നീ ഒരു ആ പേര് എന്തിനും യോഗ്യനായിട്ടുള്ള ഒരാൾ തന്നെയാണ് നീ. എനിക്കും സന്തോഷമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നീ വന്നിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഇതൊരു മോട്ടിവേഷൻ തന്നെ. അല്ല തീർച്ചയായിട്ടും ഇനി നമുക്ക് ഫോട്ടോഗ്രാഫിയിലേക്ക് വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി വൺ ഹാൻഡ് ഫോട്ടോഗ്രാഫർ എന്നുള്ള സാധനം ഉണ്ട്. ഞാൻ ഇതിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമായിരുന്നു. ആൻഡ് ഇപ്പം എനിക്കറിയില്ല, എനിക്ക് ഇത് മാത്രമല്ല, എനിക്ക് ഇപ്പോഴും ഈ ക്യാമറ ഇരുന്നാലും ഇതിനകത്തൊരു തേങ്ങ അറിഞ്ഞുകൂടാ. ഞാനതിപ്പോ കുറച്ചും പറഞ്ഞില്ല, ഓട്ടോ ഇട്ടിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു. അപ്പൊ എസ്പെഷ്യലി എനിക്ക് ഞാനിപ്പോ രണ്ട് കൈ വെച്ചിട്ടാണെങ്കിലും ഇപ്പം മൊത്തം ഇത് ഹാൻഡിൽ ചെയ്ത് വരുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ചെറിയ സ്ട്രഗിള് ചില സമയത്ത് ഫേസ് ചെയ്യാറുണ്ട്. എങ്ങനെ ഈ ഒറ്റ കയ്യിൽ ഇതെല്ലാം കൊണ്ടുപോകുന്നു? ഞാൻ യൂസ് ചെയ്ത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ രണ്ട് കയ്യില് ഇപ്പൊ മുമ്പ് ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെ വൺ ഹാൻഡ് ഫോട്ടോഗ്രാഫർ എന്ന പേര് വന്നു. അത്
ഇതിന്റെ ഒരു ആൻസർ ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് പറഞ്ഞു. ഈ രണ്ട് കൈ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യത്തെ നമ്മൾ ഒറ്റ കൈ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്കായിട്ട് ഇടാൻ തോന്നിയ ഒരു പേരാ, മീൻസ് അങ്ങനെ ഇടാൻ തോന്നിയ ഒരു തോട്ടിലാണ്. അപ്പോ ആ ഒരു ചോദ്യത്തിന് ആൻസർ ഞാൻ ഇപ്പൊ വേണമെങ്കിൽ അതിന് ഒന്നുകൂടെ ക്ലാരിറ്റി തരാം. അന്ന് ഇട്ടപ്പോ എന്റെ അടുത്ത് പലരും ചോദിച്ചു എന്തുകൊണ്ട് വൺ ഹാൻഡ് ഫോട്ടോഗ്രാഫർ എന്ന് ഇടുന്നു, നിനക്ക് ഫോട്ടോഗ്രാഫർ എന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇട്ടപ്പോൾ എന്തിനാണ് വൺ ഹാൻഡ്, നീ ഇതാണ് എന്നുള്ളത് എന്തിനാണ് നെഗറ്റീവ്ലി അല്ല ഇതാക്കുന്നത്. ഒരിക്കലും നെഗറ്റീവ് അല്ല, ഇതൊരു പോസിറ്റീവ് തിങ്ക് ആണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് കൈ കൊണ്ട് എടുത്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ രണ്ട് കൈ കൊണ്ട് എടുക്കേണ്ട കാര്യം ഞാൻ ഒറ്റ കൈ കൊണ്ട് എടുക്കുന്നുണ്ട്, ഒറ്റ കൈ കൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് തിങ്ക് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതിനെ നമ്മളോട് സ്നേഹം കൊണ്ടാണ് അവർ പറഞ്ഞത്, അങ്ങനെ നെഗറ്റീവ്ലി ഞാൻ നെഗറ്റീവ് തിങ്ക് ആവണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും അതിനപ്പുറം അതൊരു പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ കണ്ടത്. അതിനാണ് ഞാൻ തന്നെ ഇട്ട പേരാണ് വൺ ഹാൻഡ് ഫോട്ടോഗ്രാഫർ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത്. അപ്പോ ഈ വൺ ഹാൻഡിൽ നമ്മൾ ക്യാമറ ക്യാരി ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് വെയിറ്റ് ബാലൻസിന്റെ തന്നെ കാര്യമാണ്. ഞാൻ ചോദിക്കാൻ കരുതുന്നു അറിയൂ, ഞാൻ പറഞ്ഞില്ല നിന്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അതാ ഇത്രയും വലിയ ലെൻസും കൂടെ വന്നു കഴിയുമ്പോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ പേടിയാ. അപ്പൊ നീ അത് എങ്ങനെ ചെയ്യുന്നുള്ള ഒരു ക്യാമറയ്ക്ക് അടിയിലൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഷട്ടർ ഈ ഒരു വിരൽ കൊണ്ട് പ്രസ് ചെയ്ത രീതിയിലാണ്. അപ്പൊ ഈ ഒരു തള്ളവിരലിലാണ് കൂടുതൽ വെയിറ്റും വരുന്നത്. തള്ളവിരൽ ഇങ്ങനെ കൈയുടെ ഒരു വെയിറ്റ് മൊത്തത്തിൽ ഇങ്ങനെ കൊടുത്തോണ്ടാണ് നിർത്തിയിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ പെയിൻ ഉണ്ട്, വേദനയുണ്ട്, പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള താല്പര്യമാണ്, അതുകൊണ്ട് ചെയ്തു ശീലിച്ചാണ്. അങ്ങനെ വെയിറ്റ് ബാലൻസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഈ ഒരു കൈക്ക്. കാരണം ഈ കൈ മാത്രം ആകുമ്പോഴത്തേക്ക് നമുക്ക് കൈ എപ്പോഴും യൂസ് ചെയ്ത് ഈ ഒരു കൈക്ക് ഇപ്പോ ആ സ്ട്രെങ്ത് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പൊ ടെലിലെൻസ് ഒക്കെ അത് ആ ഫോട്ടോയുടെ കാര്യം പറഞ്ഞത് ടെലിലെൻസ് ആയിരുന്നു. 200 mm ടെലിലെൻസ് ആണ്. അതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ബോഡി അത് DSLR ബോഡി ആയിരുന്നു അതിന്റെ ഫോട്ടോ. DSLR ആകുമ്പോഴത്തേക്ക് മിറർലെസിനെക്കാട്ടിലും വെയിറ്റ് ആണ്. എന്നിട്ടും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്ന അതിലൊക്കെ ആയിരുന്നു. പിന്നെ അത് പഠിക്കുമ്പോഴുള്ളതാ, അതവിടെ പഠിക്കുമ്പോൾ അവിടുത്തെ ക്യാമറ ആയിരുന്നു. അപ്പൊ എന്റെ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാല് A6000 എന്ന് പറഞ്ഞുള്ള സോണിയുടെ ക്യാമറ ആയിരുന്നു ഈ 2019 എടുക്കുന്നത്. ഇതൊക്കെ പല ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഞാൻ പല ആൻസേഴ്സ്. എന്റെ പണി കുറച്ചല്ലോ. അപ്പോ ഈ 2019 ഞാൻ ആ ഒരു ക്യാമറ എടുക്കുന്നത്. അത് കുറച്ചുകൂടെ മിറർലെസ് ക്യാമറയാണ്. അത് കുറച്ചുകൂടെ ഒതുങ്ങിയ ബോഡിയാണ്, നമുക്ക് കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാമറാസ് നമ്മുടെ കൈ കിട്ടുന്നത്. അപ്പൊ ആ ക്യാമറകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ വെയിറ്റ് മാനേജ്മെന്റ് പലതും പല പാടാണ്. കാരണം ബോഡിക്കൊക്കെ ഈ DSLR ബോഡിക്ക് കുറച്ചുകൂടെ നല്ല വെയിറ്റ് വരും. അപ്പൊ ആ ഒരു വെയിറ്റിനെ നമുക്ക് ബാലൻസ് ചെയ്യാനും അതിന്റെ കൂടെ നല്ല ലെൻസോടെ കയറുമ്പോൾ നല്ല വെയിറ്റ് വരും. 2 കിലോ 3 കിലോ വെയിറ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ പൊക്കി. പിന്നെ നമ്മൾ ആദ്യമൊക്കെ വെച്ചാൽ കണ്ണിൽ ഹോൾഡ് ചെയ്യാം. ഈ മൂക്കിന്റെ ഇവിടെ വെച്ചിട്ട് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആദ്യം അങ്ങനെ ചെയ്ത് കണ്ണി വെച്ചിട്ട് ഞാൻ ഫോട്ടോ എടുക്കത്തുള്ളൂ. കാരണം കണ്ണി വെച്ച് ഫോട്ടോ എടുത്താലേ എനിക്ക് സപ്പോർട്ട് കിട്ടത്തുള്ളൂ. ഈ കൈക്ക് മാത്രം താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം വലിയ ക്യാമറാസ് വരുമ്പോഴത്തേക്ക്. പിന്നെ അത് യൂസ്ഡ് ആക്കി കണ്ണീന്ന് മാറ്റി ഇങ്ങനെ വെച്ച് ഇപ്പൊ ഏത് ക്യാമറയിൽ അടിക്കാം. വലിയ ലെൻസുകൾ വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം ഈ ലെൻസുകളൊക്കെ തന്നെയും എനിക്ക് മാനേജ് ചെയ്യാനും അത് ഫോട്ടോ എടുക്കാനും പറ്റുന്നുണ്ട്. അത് ഞാനീ പറഞ്ഞ അത് ഓരോരുത്തരും ഓരോ പിടിക്കുന്ന രീതിയിൽ ചില നമുക്ക് മണ്ടയ്ക്കൂടെ വേണമെങ്കിലും പിടിക്കാം. പക്ഷെ അപ്പൊ നമുക്ക് കൺട്രോൾ ബാറിലേക്കൊക്കെ പോകാൻ എളുപ്പമായിരിക്കും. ഞാൻ താഴെ കൂടെ എടുത്തിട്ട് പിന്നെ ക്യാമറ താഴോട്ട് മാറ്റി അതിന്റെ ഒരു വീഡിയോ ഏതെങ്കിലും ഞാൻ ഇപ്പൊ ക്യാമറ എടുത്തിട്ടില്ല, അല്ലാതെ ഞാൻ കാണിക്കാതെ എങ്ങനെ ഫോട്ടോ എടുക്കുന്നുള്ളത്. അപ്പൊ അതിന്റെ ഡയൽ ബോർഡ് എക്സ്ട്രാ ക്യാമറ ഇരിപ്പുണ്ടോ? അത് കുഞ്ഞു ക്യാമറ, അതിന്റെ ഒരു പവർ കിട്ടത്തില്ല. അത് മൊബൈൽ യൂസ് ചെയ്ത് അപ്പോ അത് നമുക്ക് കൺട്രോൾ ബാറിലേക്കൊക്കെ എടുക്കാൻ. അപ്പൊ നമ്മള് നല്ല വെയിറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ട്രാഫ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് അപ്പൊ ഈ സിംഗിൾ ഹാൻഡിൽ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി രണ്ടും ചെയ്യുന്നില്ലേ? വീഡിയോ എടുക്കാൻ നമുക്ക് വൺ ഹാൻഡിൽ എടുക്കാൻ സ്റ്റെബിലൈസേഷന്റെ ഇഷ്യൂ, കൺട്രോൾസിലേക്ക് മാറാനുള്ള ഇഷ്യൂ. ആ സ്റ്റെബിലൈസേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഗിംബൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഗിംബലിന് നല്ല വെയിറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എല്ലാ കൺട്രോൾസിലേക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഫോട്ടോ മാത്രമാണ് ഞാൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള വൺ ഹാൻഡിൽ എടുത്തിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ഫോട്ടോ ഏതാ? നമുക്ക് ഇതിന്റെ ഇടയിൽ കാണിക്കാം. ഏതാണ്? ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. നിനക്കൊരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ലൈക്ക് ഫോട്ടോ മീൻസ് മൊമെന്റ് അനുസരിച്ച് പറയാനാണെങ്കിൽ മീൻസ് ചിലപ്പോൾ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് അത്ര അയ്യോ ഇതാണോ ഫേവറേറ്റ് ഫോട്ടോ തോന്നിപ്പോകും. പക്ഷെ എന്നാലും ഞാൻ കുറെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ആ ഒരു ആദ്യം തുടക്കകാലത്ത് എടുത്ത പോലെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അതിനകത്ത് ലൈക്ക് ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ ആയിട്ട് പറയുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു ഫോട്ടോ ആയിട്ട് പറയാൻ
കഴിയുന്നില്ല. അതുപോലെ കുറെ യാത്രകൾ നടത്തെടുത്ത ഒരുപാട് കാൻഡിഡ് ഫോട്ടോസ്, അതുപോലെ സ്ട്രീറ്റ് ഫോട്ടോസ്, സ്ട്രീറ്റിൽ ആൾക്കാരുടെ മൊമെന്റ്സ് എടുക്കുന്നതൊക്കെ ഭയങ്കര എനിക്ക് ആ സമയത്ത് സ്ട്രീറ്റ് ഇപ്പോഴും അത് തന്നെ നമ്മൾ കൂടുതൽ പ്രൊഫഷണലി വെഡിങ്ങിലേക്ക് മാറിയോണ്ട് അതിപ്പോ കുറവാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് എടുക്കുന്ന സ്ട്രീറ്റ് ഫോട്ടോസ്, അതുപോലെ അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ, ലാൻഡ്സ്കേപ്സ് എടുക്കാൻ, ഈ നേച്ചറിന്റെ എടുക്കാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ഫോട്ടോ ഇതുവരെ ഫേവറേറ്റ് ആയിട്ട് എല്ലാം നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കിഷ്ടമാണ്, ഞാൻ എടുക്കുന്ന എല്ലാ ഫോട്ടോസും എനിക്ക് ഇഷ്ടമാണ്. എല്ലാം പെർഫെക്റ്റ് ആണെന്നോ എല്ലാം ടോപ്പ് ആണെന്നോ ഞാൻ പറയുന്നില്ല. എന്റെ എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ അല്ലാത്തത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാതെ അതുകൊണ്ട് തന്നെ കുറെ നാളെ ഞാൻ പോസ്റ്റ് ചെയ്യാതെ ഇരുന്നു. കാരണം എന്റെ ഇൻസ്റ്റാഗ്രാമിലെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കുറെ ടൈം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കാരണം എനിക്കത് ഫില്ല് ചെയ്യാൻ ആ സമയത്ത് ഫോട്ടോ എടുക്കാനിട്ടില്ല. അതൊക്കെ എന്റെ ഹാർഡ് ഡിസ്കിൽ സേഫ് ആയിട്ട് കിടപ്പുണ്ട്. ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള മടി, രണ്ടാമത്തെ കാര്യം ഒരു നല്ല മൊമെന്റ്സ് കിട്ടിയ കുറെ എണ്ണമുണ്ട്, അത് എഡിറ്റ് ചെയ്യാനുള്ള മടി കാര്യങ്ങളും കൂടെ ടച്ച് വിട്ടു പോയപ്പോഴത്തേക്ക് മീൻസ് പോസ്റ്റ് ചെയ്യാനുള്ള മൂഡ് വിട്ടു പോയപ്പോൾ ഇൻസ്റ്റാഗ്രാമും അടുത്ത് പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പോസ്റ്റ് ചെയ്യാൻ തോന്നുന്നത് അങ്ങനത്തെ ഇഷ്യൂ. പിന്നെ നമ്മൾ ഈ ചെയ്ത വർക്കിനേക്കാൾ മുകളിൽ വേണം നമ്മൾ എപ്പോഴും ചെയ്യാൻ എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. നമ്മൾ കുറച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്തതിനേക്കാൾ മേളിലോട്ട് പോകണം, ഒരിക്കലും താഴോട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മൾ ചെയ്തതിനേക്കാളും ടോപ്പാണോ ഇനിയും ബെറ്റർ ആക്കാനുണ്ട് ആ ഒരു തോട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. അതൊരു മാറ്ററാണ്. അപ്പൊ അങ്ങനെ നോക്കി നോക്കി ഇരുന്നപ്പോഴത്തേക്ക് എനിക്കൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അത് ഒത്തിരി നോക്കാൻ പാടില്ല കേട്ടോ, ഒത്തിരി നോക്കിയാൽ പിന്നെ നമുക്ക് ചെയ്യാനേ പറ്റില്ല. കുറച്ച് പെർഫെക്ഷൻ കൂടിയായിരിക്കും. അതൊരു പരിധി വരെയൊക്കെ വേണോന്ന് ചോദിച്ചാൽ വേണം, എന്നാൽ ഒരു പരിധി കൂടുതൽ ആവാനും പാടില്ല. ഞാൻ ഭയങ്കര പെർഫെക്ഷന്റെ ആളാണ്. എന്റെ കൂടെ ഇപ്പൊ വർക്ക് ചെയ്ത നീ ഇത്ര പെർഫെക്ഷൻ നോക്കിയത് ഞങ്ങൾ ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് പറയും. പെർഫെക്ഷൻ നോക്കി നോക്കി ഞാൻ ഓരോ മൈന്യൂട്ട് കാര്യവും ഞാൻ പറയും, ഇത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു ചെയ്തോളാം. ഇനി എനിക്ക് അറിയണം എന്നുണ്ടായിരുന്ന ഒരു കാര്യമാണ്, കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ഈ എനിക്ക് അറിഞ്ഞൂടാ ഫോട്ടോഗ്രാഫി കാണാൻ അറിയാം, ആസ്വദിക്കാൻ അറിയാം എന്നല്ലാതെ ബാക്കി കേസ് ഒന്നും അറിഞ്ഞൂടാ. ഈ ട്രാവൽ ഫോട്ടോഗ്രാഫിയിൽ നിന്നും വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ തമ്മിലുള്ള ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ എന്തായാലും. ഏറ്റവും കൂടുതൽ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സ്? ട്രാവലിനകത്ത് നമ്മൾ ഇതേപോലെ അവിടെ മൊമെന്റ്സോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉള്ള ആ ടൈമിംഗ് ഇഷ്യൂ ഉള്ളൂ. പക്ഷെ വെഡിങ്ങിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു മാറ്റർ ഉണ്ട്. അതുപോലെ വെഡിങ്ങിനകത്ത് വെച്ചാൽ ഏറ്റവും മൊമെന്റ്സിനാണ് അവിടെ പ്രാധാന്യം. നമുക്ക് ഏതെങ്കിലും താലി കെട്ടുന്ന ഒരു മൊമെന്റ് പോയാൽ തീർന്നു കഴിഞ്ഞു. അതേപോലെ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആണ്, നല്ല വർക്കിനകത്തൊന്നും ഒരു ഇതുവരെ നെഗറ്റീവ് ഇല്ല. അപ്പോ നമുക്ക് എല്ലാത്തിനകത്തും എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ക്യാമറയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ പറ്റില്ല. ഇപ്പൊ നമുക്ക് പല ബ്രാൻഡുകളിലെ ക്യാമറാസും ടെക്നിക്കൽ ഇഷ്യൂസ് വരാറുണ്ട്. ഇപ്പം പലതും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതേപോലെ ഒരു ബ്രാൻഡിന്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലോ എന്ന് എനിക്ക് പേടിയുണ്ട്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, ഇതുവരെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല, പ്രാർത്ഥിക്കുന്നു. അപ്പോ നല്ല എന്താ പറയാ മൊമെന്റ്സ് അതിനകത്ത് ഭയങ്കര പ്രാധാന്യമാണ്. അത് ആ ഒരു മൊമെന്റ്സ് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അവരൊരാളുടെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെന്റ് ആണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സീരിയസ്നെസ്സും അതുപോലെ തന്നെ നമ്മൾ അതിന്റെ മൈൻഡോടെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം. ട്രാവലിൽ നമ്മൾ അത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിം നമുക്ക് ഇഷ്ടപ്പെട്ട ടൈം അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് സൺസെറ്റ് എടുക്കണ്ടെങ്കിൽ നമ്മൾ സൺറൈസിന് പോയിട്ട് സൺസെറ്റ് വരെ നമുക്ക് കാത്തിരുന്ന് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് ഷൂട്ട് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രെയിം സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് ലിമിറ്റേഷൻ ഉണ്ട്. ഫ്രെയിം ട്രാവൽ എടുക്കുന്നതിനകത്ത് ചില ഫ്രെയിംസുകളൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചിലപ്പോൾ ഒരു ആംഗിൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ആംഗിൾ എടുക്കാൻ നമുക്ക് പല സമയമുണ്ട്. നമുക്ക് ആ മല കയറിയാൽ ആംഗിൾ കിട്ടുന്നെങ്കിൽ നമ്മൾ കയറി മല കയറി ആംഗിൾ എടുത്തിട്ടേ വരും. ഈ ടൈമിങ്ങിന്റെ ഇഷ്യൂ കാര്യങ്ങൾ വരുന്നില്ല, കഷ്ടപ്പാടുണ്ട്. അത് കുറെ കൂടെ കഷ്ടപ്പെട്ടാലേ നല്ല ഫ്രെയിമുകൾ കിട്ടും. കാരണം നമ്മള് ഫോണിൽ നമ്മൾ നോക്കുന്നു, നമ്മള് ടൂറിസ്റ്റ് ഫോട്ടോഗ്രാഫർ ജസ്റ്റ് കാണുന്ന ഒരു ലാൻഡ്സ്കേപ്പ് കാണുന്നു, ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നു, പോകുന്നു, സ്റ്റോറി ഇടുന്നു, അതൊരു ടൂറിസ്റ്റ് ഫോട്ടോഗ്രാഫറാണ്. മറ്റേത് ഇപ്പൊ രണ്ടും ചെയ്തിട്ടുള്ള ആളാണോ, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്? ഏതാണ് ഇപ്പൊ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? ലൈക്ക് ഇൻകം വഴിയും ബാക്കി എല്ലാം വെച്ചാണ് എന്റെ 3 ആസ്പെക്ട് എടുത്തോ. ഇൻകം, നിന്റെ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ട്രാവലിനകത്ത് കസ്റ്റമർ വരുന്നില്ല. അല്ല, ഞാൻ കസ്റ്റമറിൽ നമുക്ക് വ്യൂവേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ വരുമല്ലോ. ഞാൻ ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സ്ട്രീറ്റ് അങ്ങനത്തെ രീതിയിലായിരുന്നു എന്റെ പ്രൊഫൈൽ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. അപ്പൊ കഴിഞ്ഞ ഒരു 8-9 മാസമായിട്ട് ഈ സേവ് ഡേറ്റും മറ്റു സാധനങ്ങളും എന്റെ കൊളാബ് ചെയ്ത് എന്റെ അക്കൗണ്ടിൽ ഇടുന്നത് കൊണ്ട് എന്റെ ഫോളോവേഴ്സിന് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കുറെ ഫോളോവേഴ്സ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു ഇതിൽ പോയിട്ട് പെട്ടെന്ന് ജേണൽ മാറുന്നതിന്റെ പ്രശ്നമായിരിക്കാം.
പക്ഷേ എനിക്ക് ട്രാവൽ ഫോട്ടോസ് ഇടുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടുകൂടെ എങ്ങനെ ഇടുമെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ് പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ. എനിക്ക് ട്രാവൽ ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ എനിക്ക് പാഷൻ, എനിക്ക് ഭയങ്കര ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരുപാട് ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതെനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അത് എന്റെ പാഷൻ എന്ന രീതിയിൽ ഇതൊരു പ്രൊഫഷൻ ഫോട്ടോഗ്രാഫി, നമുക്ക് പാഷൻ തന്നെ പ്രൊഫഷൻ ആവുന്ന ഒരു ഫീൽഡാണ് ഈ പറഞ്ഞ വെഡിങ് ഫോട്ടോഗ്രാഫി വരുന്നത്. എനിക്ക് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ നല്ല ആൾക്കാരുടെ ഫീലിങ്സ്, നല്ല നല്ല ഇമോഷൻസ്, അത് തന്നെ ഇമോഷൻസ്, സ്മൈലൊക്കെ ഞാൻ കൂടുതൽ സ്മൈൽസ് ഞാൻ ബോക്സ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ കുറെ ക്യാൻഡിഡ് ഫോട്ടോസ് കൂടുതൽ, അപ്പം നമ്മൾ ക്യാൻഡിഡും അതേപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ട് 2 ഫോട്ടോഗ്രാഫേഴ്സ് ആണ് നമ്മുടെ വർക്കിനൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ക്യാൻഡിഡിലേക്കാണ് ഇറങ്ങിയിരിക്കാറ്. അപ്പോൾ അത് കുറെ ക്യാൻഡിഡ് മൂവ്മെന്റ്സ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇത്, ആ ഫോട്ടോ അവരെ കാണിച്ചു, അതിപ്പോ നമുക്ക് സ്ട്രീറ്റിൽ എടുക്കുമ്പോഴും കിട്ടും. സ്ട്രീറ്റിൽ എടുക്കുമ്പോൾ നമ്മൾ ഈ സ്ട്രേഞ്ചേഴ്സ് റിയാക്ഷൻ അതൊക്കെ നമുക്ക് അതിന് സമയം, വെഡിങ്ങിന് അധികം സമയം കിട്ടില്ല, നമ്മൾ അടിച്ചടിച്ച് പോത്തേ ഉള്ളൂ. പക്ഷെ എന്നാലും അങ്ങനെ അത് എനിക്ക് വെഡിങ് ഫീൽഡ് നല്ല ഇഷ്ടപ്പെട്ടാണ് ഞാൻ നിൽക്കുന്നത്. പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഫീൽഡിലേക്ക് ഇറങ്ങി ഇതിന്റെ കാര്യമൊക്കെ മനസ്സിലായപ്പോഴാണ് ഇതിനെ കൂടുതൽ മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്നത്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം വെഡിങ് ഫീൽഡിനോട് അത്ര ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് പണ്ട് എനിക്കൊരു 2020 സമയത്ത് എന്റെ കൂടെ എന്റെ നാട്ടിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വെഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, ഈ കൂടെ നിൽക്കി നമുക്ക് സെറ്റ് ആക്കാന്നൊക്കെ. പക്ഷെ വെഡിങ് താല്പര്യമില്ല. എന്റെ അച്ഛന് പപ്പയോട് ഞാൻ പറഞ്ഞാണ്, എന്റെ അടുത്ത് ചോദിച്ചു പണ്ടേ ഫോട്ടോഗ്രാഫി നിനക്ക് വെഡിങ് ഒക്കെ എടുത്തൂടെ? ഞാൻ കല്യാണ ഫോട്ടോഗ്രാഫർ, ഞാൻ അതിലൊന്നും നല്ല ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ. എന്നെ ഇടയ്ക്ക് കളിയാക്കുന്നുണ്ട് അച്ഛൻ, പപ്പ കളിയാക്കും ഇതേപോലെ എന്താ വെഡിങ് എടുക്കത്തില്ല അങ്ങനെ. പക്ഷെ ഫിനാൻഷ്യലി നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴാണ് നമുക്ക് ഏണിങ്സ്, ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഇതുവരെ ഏണിങ്സും കിട്ടിയിട്ടില്ല. എനിക്ക് ഏണിങ്സ് കിട്ടി അല്ലെങ്കിൽ ഒരു വർക്ക് പ്രൊഫഷനായിട്ട് മാറ്റി ഇപ്പൊ ഒരു ടീം എന്റെ അണ്ടറിൽ ആ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അത് അവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന ഒരു മുതലാളി കൂടിയാണ്. എസ്പെഷ്യലി ഇപ്പം ട്രാവൽ ഇഷ്ടമാണ്, ട്രാവൽ ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. ആൻഡ് ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ അത് അത്ര ഈസി ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. സോ അതുകൊണ്ടായിരിക്കാം നീ കുറച്ചു കാലം മുമ്പ് വെഡിങ്ങിലേക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ നീ വെഡിങ്ങിലേക്ക് വന്നത് ഒരു ഈസി ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. അപ്പൊ ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള പിള്ളേരുണ്ടാവുമല്ലോ, ഇപ്പത്തെ പിള്ളേർക്കൊക്കെ എന്തായാലും അതിൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അതിലേക്ക് കൺവേർട്ട് ചെയ്ത് വരണം എന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കാണ്? ലൈക്ക് ഒരു ടിപ്പ് മേ ബി ഇപ്പൊ നിനക്ക് ഇപ്പൊ 2 നിന്നിട്ട് അറിയാം എങ്ങനെയാണ് ഇൻകം ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ട്രിക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഏതൊരു ഫോട്ടോഗ്രാഫി ജേണൽ, ഒരുപാട് ജേണൽസ് ഉണ്ട്, ഫാഷൻ ഉണ്ട്, മാക്രോ എടുക്കുന്നവരുണ്ട്, പ്രൊഡക്റ്റ് എടുക്കുന്നവരുണ്ട്, അഡ്വർടൈസിങ് എടുക്കുന്നുണ്ട്. അഡ്വർടൈസിങ് പ്രൊഡക്റ്റ് കണക്കുകളാണെങ്കിലും പക്ഷെ രണ്ട് ഫീൽഡ് തന്നെയാണ്. അപ്പോ ഇതിനകത്ത് ഒരുപാട് ഫീൽഡുകളുണ്ട്. ഇതിനകത്ത് എല്ലാത്തിലും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയയിലേക്ക് ജസ്റ്റ് റീൽ എടുത്ത് കൊടുക്കുന്ന നല്ല വീഡിയോഗ്രാഫർ ആണെങ്കിൽ പോലും അവർക്ക് നല്ല രീതിയിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗും കാര്യങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടെ അവർക്ക് അറിയാമെങ്കിൽ നല്ലപോലെ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം. ഇപ്പൊ ഈ ട്രാവലിനകത്താണെങ്കിൽ നമുക്ക് നേരത്തെ ഇപ്പൊ പറയാനാണെങ്കിൽ മാഗസീൻസില് നമുക്ക് നമ്മുടെ ഫോട്ടോസ് അയച്ചു കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ അവർ കളക്ട് ചെയ്യാൻ നമ്മൾ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെറിയ പേയ്മെന്റ്സ് കിട്ടും. നേരത്തെ ഇപ്പൊ നമ്മുടെ കോവിഡ് ടൈമിലൊക്കെ ആണെങ്കിൽ NFT ഒക്കെ നല്ല രീതിയിൽ ഇതായിട്ട് നിൽക്കുന്നതായിരുന്നു. അപ്പോൾ അതേപോലത്തെ NFT സെല്ലിങ് നമ്മുടെ ട്വിറ്ററൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്, എക്സ് യൂസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മൾ ഫോട്ടോ സെല്ലിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അതേപോലത്തെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ട്രാവൽസിനകത്തും. പക്ഷേ നല്ലൊരു ഇൻകം അത് മാത്രം ആശ്രയിച്ച് ഞാൻ ട്രാവൽ ഫോട്ടോഗ്രാഫർ കാരണം അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ആവണം. നമ്മൾ എസ്റ്റാബ്ലിഷ് ആയി നമുക്ക് കൊളാബ് വർക്കുകൾ വന്ന്, നമുക്ക് പ്രൊഡക്റ്റിന്റെ വർക്കുകൾ വന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പോകുന്ന യൂസ് ചെയ്യുന്ന ക്യാമറ തൊട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് തൊട്ടിട്ട് എല്ലാം നമ്മൾ ട്രാവൽ ചെയ്ത് ഇപ്പൊ ട്രാവൽ ബ്ലോഗേഴ്സിനെയൊക്കെ കാണുന്നത്. അവർ ഇപ്പോൾ ബ്ലോഗേഴ്സിനെയൊക്കെ എങ്ങനെയാണ് അവർക്ക് പലതരത്തിലുള്ള ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് ട്രാവൽ നമ്മൾ ബ്ലോഗിങ് ആയിരുന്നു, നമ്മൾ ഫോട്ടോഗ്രാഫിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ വീഡിയോസ് ആണ് എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഇങ്ങനെ കുറെ ഇതാണുള്ളത്. പിന്നെ അതാണ് ട്രാവലിനകത്ത് ഇൻകം ജനറേഷൻ ലിമിറ്റഡ് സോഴ്സ് ആണ്. നമുക്ക് പാഷനായിട്ട് കീപ്പ് ചെയ്യും. ഇപ്പൊ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ നമുക്ക് ഒരുപാട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനെ അറിയാം. അത് ഒരു ഇൻകം സോഴ്സ് ആണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് അങ്ങോട്ട് ചെലവാകുന്നതാണ്. അതിന്റെ എക്യുപ്മെന്റ്സും ആ കാട്ടിലെ സഫാരി ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാം സാധ്യമായ ഭയങ്കര അത്രയും ആൾക്കാരാണ്. പക്ഷെ കൂടുതൽ പേരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് അവര് ലീവ് എടുത്ത് പോയിട്ട് അവരുടെ പാഷനാണ് തെളിയിക്കുന്നത്. പക്ഷെ അതിനകത്തൂടെ ഇപ്പൊ അത് ഫോട്ടോസ്, അവരുടെ ഫോട്ടോസ് ഇഷ്ടപ്പെട്ട നല്ല ഫേമസ് ആയിട്ടുള്ള ഫോട്ടോസ് അവര് സെല് ചെയ്യും, അത് ഫ്രെയിം ചെയ്ത് വെക്കും. അതേപോലെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും.
അതുപോലെ അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ആവണം. ഈ ഷാജഹാൻ എടുത്ത ഫോട്ടോ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഇഷ്ടപ്പെടണം, ഫ്രെയിം ഇഷ്ടപ്പെടണം. രണ്ട് ഞാൻ അത്യാവശ്യം ഇതാണെങ്കിലേ കൊണ്ട് ആരുടെ ഫോട്ടോ, അതിന്റെ ഒരു ഫ്രണ്ട് എടുത്ത ഫോട്ടോ ആണെന്ന് പറയുന്നത്, അത് മറ്റേ ഫേമസ് ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ ആണെന്ന് പറയുന്നത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ അതേപോലെ നമ്മൾ എസ്റ്റാബ്ലിഷ് ആവുമ്പോഴായിരിക്കും കുറെ കൂടെ നമുക്ക് വാല്യൂ കൂടും. അത് നമുക്ക് ആയി വരണം. ഇപ്പൊ വെഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ പുതിയ ആൾക്കാർക്ക് പറയാനുള്ളത്, നമുക്ക് ഓരോ ഫീൽഡിലും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, സോഴ്സുകളുണ്ട്. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ മൊബൈൽ എടുത്തായിരിക്കും കൂടുതൽ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊബൈലിൽ തന്നെ ഇപ്പോ എന്റെ കൂടെ പയ്യന്മാരുണ്ട്. അപ്പൊ അവന്മാര് ചെറിയ ചെറിയ വർക്കുകൾ വെഡിങ്ങിലും ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഇപ്പൊ ഒരു വീഡിയോഗ്രാഫർ നമുക്ക് പറഞ്ഞാൽ നമുക്ക് നഷ്ടക്കേസാണ്. ഇപ്പൊ ഒരു ചെറിയൊരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പെണ്ണ് കാണലാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരുപാട് ഉണ്ടല്ലോ ഉറപ്പിയിൽ, ഇവരൊക്കെ തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അത് ഐഫോണിനകത്ത് അല്ലെങ്കിൽ ഏതോ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, അതിനകത്ത് യൂസ് ചെയ്തെടുത്ത് ക്യാപ്കട്ട് പോലത്തെ പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് ട്രാൻസിഷൻ ഒക്കെ ഇട്ട് നമ്മള് മറ്റേ ക്യാഷ് മേടിക്കുന്നതിന്റെ കുറഞ്ഞ ചെലവിൽ അവർക്ക് ക്യാഷ് ആവുന്നുണ്ട്. അത് ഇൻകം ജനറേഷൻ ആണ്. പക്ഷെ നമ്മൾ ഇത്ര രൂപയ്ക്ക് എടുത്തൊരു ഫോൺ കൊണ്ട് അത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ കൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? പക്ഷെ നമ്മൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ക്യാമറ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഇത് വേണം. അതിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരും, അതിന്റെ വർക്കിൽ വ്യത്യാസം വരും. അത് വേണ്ടവർക്ക്, ക്വാളിറ്റി വർക്ക് കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. മറ്റവർക്ക് ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മൊബൈൽ ഫോട്ടോ വീഡിയോ എടുക്കുന്നത്, ഈ പറഞ്ഞ പ്രൊഡക്റ്റ് മൊബൈൽ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ മൊബൈൽ യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ നമുക്ക് ഒരുപാട് സോഴ്സുകളുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അതിനൊരു ചെറിയ ടിപ്പായിട്ട് ഒന്നുമില്ല. കാരണം ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫീൽഡ്, ആ ഫീൽഡിൽ അപ്പൊ അതിനകത്ത് നമ്മളെ ചിലത് തെളിഞ്ഞു വരും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വർക്ക് ആവുന്നുള്ളത് തെളിഞ്ഞു വരും. അപ്പൊ അത് നമ്മൾ കാര്യമായിട്ട് വർക്ക് ചെയ്യാം, ഡെഡിക്കേറ്റ് എഫേർട്ട് കൊടുക്കുക. തന്നെ കൺവേർട്ട് ആയി വന്നോളൂ എന്നുള്ളതാണ്. എടാ, എനിക്ക് ഇനി ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടാവും എനിക്കറിയാം. പക്ഷെ എസ്പെഷ്യലി നിന്റെ ഈ ആക്സിഡന്റ് ടൈമും ഈ സംഭവങ്ങളുടെ ഇടയിലൊക്കെ നിന്റെ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ മേ ബി ഇപ്പൊ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ നിന്നെ മോൾഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ അവരെല്ലാം ഇത് കാണുന്നുണ്ടാവും, ഉണ്ടാവണം. അപ്പൊ അവരോടൊക്കെ ലൈക്ക് അല്ലെങ്കിൽ ആ ഒരു സമയത്തിനെ കുറിച്ചൊക്കെ എന്താ പറയാനായിട്ടുള്ളത്? ലൈക്ക് നമുക്കൊരു വൈൻഡ് അപ്പ് പോലെ ആക്കാം. അപ്പോ എനിക്ക് കൂടെ നിന്നിട്ടുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതേപോലെ നിൽക്കാത്തവരുണ്ട്. കൂടെ നിന്നിട്ടുള്ളവരോട് ഇന്ന് കൂടെ നിൽക്കുന്നതിന് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഒരുപാട് അധികം സുഹൃത്തുക്കളെ എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഫോട്ടോഗ്രാഫിയിലൂടെ കിട്ടിയവരുണ്ട്. ഫോട്ടോഗ്രാഫിയിലൂടെ ഒരു വൈഡ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനൊരു വലിയ റീസൺ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് ഞാൻ പറയാം. അതുപോലെ എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ അല്ലാതെ കിട്ടി, പല ഇവന്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടി. അതുപോലെ എന്റെ ഈ ഒരു വിഷമഘട്ടത്തിൽ അല്ലെങ്കിൽ എന്റെ ലൈഫിലെ എന്റെ സെക്കൻഡ് ലൈഫ് എന്നാണ് ഞാൻ എപ്പോഴും അതിനെ പറയുന്നത്. ഞാൻ അതിന് മുമ്പ് ജീവിച്ച രീതി മറ്റൊന്നു തന്നെയായിരുന്നു, ഇപ്പൊ ജീവിക്കുന്ന രീതി മറ്റൊന്നു തന്നെയാണ്. കാരണം എന്റെ തോട്ട്സ് മാറി, എന്റെ ലൈഫ് മാറി, ചിന്താഗതി മാറി, ഒരുപാട് ചേഞ്ച്. മീൻസ് ക്യാരക്ടർ അതൊക്കെ തന്നെയാണ്. ആ ക്യാരക്ടർ കുറെ എന്റെ സിറ്റുവേഷൻസ് മാറിയപ്പോ തന്നെയും അതേപോലെ ആൾക്കാർ എല്ലാം മാറിയപ്പോൾ കുറെ കൂടെ മെച്ചൂർഡ് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ ഒട്ടും മെച്ചൂർഡ് ആയിരുന്നില്ല. കാരണം അതൊരു പ്രായം അത് തന്നെയാണ്. ആ പ്രായത്തിൽ ചോരത്തിളക്കിലുള്ള പ്രായത്തിൽ അതിൻ്റെതായിട്ടുള്ളതുണ്ട്. പക്ഷെ ആ കുറച്ച് വർഷം ഞാൻ കിടപ്പായി. അതിനുശേഷം ഞാൻ എണ്ണിച്ചു ഓണായി ലൈഫിലേക്ക് തിരിച്ചു വന്നു. എന്റെ കോളേജിൽ പഠിച്ച സുഹൃത്തുക്കളെ എന്നാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കൂടെ നിന്ന എല്ലാവർക്കും, എന്റെ കൂടെ ചതിച്ചവർക്കും, ഇഷ്ടമല്ലാത്ത എല്ലാം നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലോ. അതൊക്കെ തന്നെ ആണല്ലോ നമുക്ക് മുമ്പോട്ടുള്ള ഒരു എനർജിയും കൂടി. അവർക്ക് എല്ലാവർക്കും നന്ദി. ഇനി കൂടെ കാണുക, സ്നേഹിക്കുക. പിന്നെ ഞാൻ വളർന്നു ഇപ്പം ഫോട്ടോഗ്രാഫിയിൽ ഞാൻ 2019 ഞാൻ ക്യാമറയൊക്കെ എടുത്തു. അപ്പൊ അതിന് മുമ്പായിട്ട് എന്റെ ഫോണിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന സമയം. അതിനുശേഷം ഞാൻ OnePlus ഒരു ഫോൺ എടുത്തു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു, ഫോൺ എടുക്കണോ ക്യാമറ എടുക്കണോ, ഫോൺ എടുക്കണോ ക്യാമറ എടുക്കണോ. എനിക്ക് തോട്ട് ഇത്ര ക്യാഷേ കയ്യിലുള്ളൂ, അതുകൊണ്ട് സെക്കൻഡ് ക്യാമറ എടുക്കാം അല്ലെങ്കിൽ ഫോൺ എടുക്കാം. അപ്പൊ അന്ന് ഞാൻ വീട്ടില് അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ മനസ്സിലാക്കിയിട്ടായിരിക്കാം, പക്ഷെ അതൊന്നും പറഞ്ഞില്ല. ഞാൻ ഫോൺ എടുത്തു. അപ്പൊ അതിനുശേഷം ഒരു കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ ചേച്ചി, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ A6000 ക്യാമറ ചേച്ചി ആളിനോട് ഫസ്റ്റ് ക്യാമറ എനിക്ക് മേടിച്ചു തരുന്നു. അതാണ് സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഫോട്ടോഗ്രാഫിയിൽ
ഒരു ചേഞ്ച് കൊണ്ടുവന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ചേഞ്ച് വരുത്തുന്ന നല്ല ക്വാളിറ്റി ഉള്ള കാരണം മൊബൈൽ നമ്മൾ എത്ര എടുത്തെന്ന് പറഞ്ഞാലും അത് ഇത്രയ്ക്ക് ഇത്ര ക്വാളിറ്റിയെ വരത്തുള്ളൂ. ക്യാമറ എടുക്കുന്നതിന്റെ അടുത്ത് വരത്തില്ല. അത് ബാക്കി അതിന്റെ പ്രൊസസ്സർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ എന്നാലും ക്യാമറ എടുക്കുന്ന അതിന്റെ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള സെൻസിൽ വരണമെങ്കിൽ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന ഒരു ക്യാമറ ഒക്കെ യൂസ് ചെയ്താ എനിക്ക് അതിനൊക്കെ വഴിയായിട്ട് എന്നെ എനിക്ക് മേടിച്ചത് ഭയങ്കര താങ്ക്ഫുൾ ആണ്. അതിന് ഞാൻ ഇപ്പൊ നന്ദി പറയുന്ന കേസാണ് എന്തായാലും ഇവിടെ വെച്ച് ഞാൻ പറയുന്നു. അതെനിക്ക് ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കി. അപ്പൊ ആ ഫോണിലൊക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ട് അന്ന് പല ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെ പല ഗ്രൂപ്പുകളും. അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് മറ്റൊരു ഗ്രൂപ്പ് നമ്മൾ ഒരു ഇൻസ്പയർഡ് തന്നെയാണെന്ന് പറയാം. കാരണം അതിനകത്ത് കുറെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഈ ക്യാമറ ഉള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെ എടുക്കുന്ന പ്രൊഫഷണൽ അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ഇങ്ങനെ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്തു, ഒരു ടീം. ടീം ഷട്ടർസ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ആ ടീം ഉണ്ടാവുന്നത് വെച്ചാൽ ഒന്ന് രണ്ട് പേരുടെ ആദ്യത്തെ ഫസ്റ്റ് തോട്ട് അതായിരുന്നു. പിന്നെ ഞങ്ങള് കുറച്ച് പേരിലേക്ക് എത്തി, അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ആ ഗ്രൂപ്പ് വളർന്നു. അപ്പൊ അതിനകത്ത് ഒരു നല്ല രീതിയിൽ പോകണമെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്പൊ അത് അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പൊ ഞങ്ങൾ കുറച്ച് പേരെ, അപ്പൊ അവര് രണ്ടുപേരാണ് തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് പേരെ അഡ്മിൻസ് ആക്കി. അപ്പൊ ഞങ്ങൾ അത് ഡെവലപ്പ് ചെയ്തു ആ ഒരു ഇങ്ങനെ ഓരോ പ്ലാൻസ്. അപ്പൊ അതിന്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് 2019 ഇപ്പൊ 6 വർഷം കഴിഞ്ഞു. അപ്പോ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്റ്റീവായിട്ട് ഇപ്പൊ അത് ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത് ഞാൻ ഉൾപ്പെടെ. ആദ്യത്തെ ആൾക്കാരൊക്കെ കുറെ പേര് മാറിപ്പോയി. ഞങ്ങൾ ആദ്യം തൊട്ടുള്ള ഇപ്പോഴും ഉള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾ അഡ്മിൻസിന്റെ 5-6 പേരുണ്ട്. അപ്പോ അതിൽ നിൽക്കുമ്പോഴാണ് ഈ ബ്രേക്ക് എടുത്ത് എന്റെ ബ്രേക്കാ അത് ടീം വർക്കിങ്ങിന്റെ അല്ല, ഇത് കമ്മ്യൂണിറ്റിയാണ്. ഇത് ഫോട്ടോഗ്രാഫേഴ്സ് കമ്മ്യൂണിറ്റി ആയിട്ടാണ്. അപ്പോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ടീം ഷട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫേഴ്സ് കമ്മ്യൂണിറ്റിയാണ്. ഈ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ വളർത്തിയെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ബിഗിനേഴ്സ് തൊട്ടിട്ട് പ്രൊഫഷണൽസ് വരെയുള്ള എല്ലാത്തരം ഫോട്ടോഗ്രാഫേഴ്സ് അതിനകത്തുണ്ട്. അവരെ ആണും പെണ്ണും ഈ കേരളത്തിനകത്തും പുറത്തുള്ള മലയാളി ഫോട്ടോഗ്രാഫേഴ്സിനെയാണ്. മൊബൈൽ എടുക്കുന്നവരുണ്ട്, നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ ഫീൽഡിലുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് അവര് വരുന്നു. നമുക്ക് ഗ്രൂപ്പ് കയറാൻ കുറച്ച് ഒരു ടൈം പീരീഡ് ഉണ്ട്, അതൊക്കെ ഗ്രൂപ്പിന്റെ സംഭവം. അങ്ങനെ നമ്മൾ ഗ്രൂപ്പിലേക്കൊക്കെ ആഡ് ചെയ്ത് അവരെ നമുക്ക് ഓരോ ഇപ്പൊ എഡിറ്റിംഗ് ടാസ്ക് കൊടുക്കും. വീക്കിലി ഒരു എഡിറ്റിംഗ് ടാസ്ക് കൊടുക്കും. ആ എഡിറ്റിംഗ് ടോപ്പിക് കൊടുത്ത് അത് റിലേറ്റ് ചെയ്ത് എഡിറ്റിംഗ് ടാസ്ക്, മന്ത്ലി ഒരു ടോപ്പിക് കൊടുത്ത് അതനുസരിച്ച് ഫോട്ടോ. അതുപോലെ അതിന്റെ ആ ഫോട്ടോസ് ഒക്കെ നമ്മൾ ഇട്ടിട്ട് ഡിസ്കഷൻ ചെയ്യും. ആ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് വാട്സപ്പിലാണ്, നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അപ്പോ നമ്മള് അങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് സംസാരിച്ച് അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഫോട്ടോസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. നമ്മൾ ഓരോ ദിവസവും നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഞാനൊരു പോസ്റ്റ് ചെയ്യാണ്, ഇപ്പൊ ഇതിനകത്ത് ഷാജു ഇതേപോലെയൊക്കെയാണ്, ഇതിനകത്ത് നെഗറ്റീവ്സ് ഉണ്ട്, ഇത് പോസിറ്റീവാണ്, നല്ലൊരു ഫ്രെയിമാണ്, നല്ല ഫ്രെയിമാണെങ്കിൽ നല്ലതാണെന്നും അതിനകത്ത് നമ്മൾ തെറ്റായിരിക്കും. ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ തെറ്റുകളായിരിക്കും പറഞ്ഞു, കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എന്നാലും അവരാണ് പിന്നീട് ആൾക്കാർക്ക് തെറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അവരങ്ങനെ തെറ്റിലൂടെ ശരിയിലേക്ക് വന്ന ഒരുപാട്, ഞാൻ ഉൾപ്പെടെ എനിക്കും നമ്മളെല്ലാവരും അതാണ് ഫോട്ടോഗ്രാഫി ബെറ്റർ ആക്കാൻ ഈ പറഞ്ഞ ഒന്നിച്ച് നിന്ന് അത് ബെറ്റർ ആക്കി എടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ എഡിറ്റിംഗ് ടാസ്ക്, മന്ത്ലി ടാസ്ക്, പിന്നെ അതുപോലെ തന്നെ സെഷൻസ്. നമുക്കിപ്പം പ്രൊഫഷണൽ ഇപ്പൊ നമ്മൾ ഇതേപോലെ ഓരോ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെ ക്ഷണിച്ച് നമ്മൾ അവരെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ഈ നല്ലൊരു ഇന്ററാക്ഷൻ ക്രിയേറ്റ് ചെയ്ത് പിന്നെ മീറ്റപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോ വാക്കുകൾ ക്രിയേറ്റ് ചെയ്ത് ഒരു 4-5 ക്യാമ്പിങ്ങുകൾ കഴിഞ്ഞു. ഫോട്ടോഗ്രാഫി ക്യാമ്പിങ്, ഫോട്ടോഗ്രാഫി ട്രാവൽ ക്യാമ്പിങ്. ഫോട്ടോഗ്രാഫേഴ്സിന് മാത്രമല്ല അല്ലാത്തവർക്കും പങ്കെടുക്കാൻ രീതിയിൽ ആദ്യത്തെ 2 ഫോട്ടോഗ്രാഫേഴ്സിന് മാത്രമായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ കുറെ കൂടെ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വൈഡായിട്ടുള്ള അല്ലാത്ത ക്യാമ്പിങ്ങുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ലാസ്റ്റ് അടുത്തൊരു മാസം ക്യാമ്പിങ് പുതിയ വരുന്നുണ്ട്, അത് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂസ്ലി ക്യാമ്പിങ് കാര്യങ്ങൾ വെക്കുന്നുണ്ട്. ഓൺലൈൻ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നമ്മൾ റിയൽ ലൈഫ് കാണുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഓരോരുത്തരുടെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ നല്ലൊരു ഹോൾ പോലെ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ ഒരു അഡ്മിൻ്റെ ഐഡിയ ആയിരുന്നു. അതൊക്കെ നല്ല കുറെ ഐഡിയാസ് അങ്ങനെ ജനറേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെയും പറയാൻ ഇപ്പം ടെലിഗ്രാം ചാനൽ യൂസ് ചെയ്തിട്ട് ഫോട്ടോഗ്രാഫി ലൈബ്രറി നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നടന്ന ഇതുവരെയുള്ള സെഷൻസ് പുതിയ ആൾക്കാരെ ഗ്രൂപ്പ് ചെയ്ത് ഈ സെഷൻസിനെല്ലാമായിട്ടുള്ള സെഷൻസിന്റെ പ്രത്യേക ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി ലൈഫിന്റെ ഒരു വലിയ ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പറയാം. കാരണം ഇതൊന്നും ഒരു പ്രതിഫലം കിട്ടിയിട്ടുള്ള കാര്യമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നീ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ അതിനകത്ത് ലൈക്ക് നമ്മളിപ്പോ ചിലപ്പോൾ ഒറ്റയ്ക്ക് വളർന്നു വരുമ്പോൾ അതിനതിൻ്റെതായിട്ടുള്ള കുറെ സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ യു ആർ ഗ്രോയിങ് ടുഗെദർ. എല്ലാവരുമായിട്ട് പഠിച്ച് നമുക്ക് ചിലപ്പോൾ തിരുത്തലും അല്ലെങ്കിൽ അത് ഒപ്പം തന്നെ നമുക്കും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുത്തും ഒക്കെ
ആയിട്ടുള്ള സംഭവമാണ്. ഇറ്റ്സ് വെരി ഗുഡ്. നമ്മൾ ഒന്നിച്ച് കുറെ ആൾക്കാർ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് ഒന്നിച്ച് പഠിക്കാനും ഒന്നിച്ച് കൂടെ കാര്യങ്ങൾ ചെയ്യാനും ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലതാണ്. കുറച്ച് പേര് ഒന്നിച്ച് നിൽക്കും, ഒരേ മൈൻഡുള്ള ഫോട്ടോഗ്രാഫിയോട് അധികം താല്പര്യമുള്ളവർ നിൽക്കുന്ന എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആവുന്ന എല്ലാവർക്കും ഫോട്ടോഗ്രാഫി നല്ലപോലെ ചെയ്യണമെന്നും ഇമ്പ്രൂവ് ആവണമെന്നും താല്പര്യമുള്ളവരാണ്. എല്ലാവരും ഡിഫറെന്റ് ഫീൽഡിലുള്ളവരുണ്ട്, ഒരേ ഫീൽഡിലുള്ളവരുണ്ട്. അപ്പോൾ കൂടുതൽ അവർ തമ്മിൽ കണക്ട് ആവും. നമ്മളപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെല്ലാം കാര്യം അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് കാണുന്നവർക്ക് ഫോട്ടോഗ്രാഫി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ചെറിയ എന്തൊക്കെയോ ഒരു മാനദണ്ഡങ്ങളുണ്ട്. ഇതിപ്പോ നമ്മള് പേയ്മെന്റ് ഉള്ളതൊന്നും അല്ല, നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ നടന്നു പോകുന്നതാണ്. ഇത്ര 6 വർഷമായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. 7 വർഷം ജനുവരി ആകുമ്പോഴത്തേക്ക് 7 വർഷമാവും. അപ്പോ ഞങ്ങൾ അത്രയും വർഷമായിട്ട് നമ്മള് മുമ്പോട്ട് പോകുന്നു. ഒരു അഡ്മിൻ പാനൽ 2019-18 ആ ടൈം ആയിരിക്കണം. ഞാനും ഏകദേശം അല്ല, ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്റെ പോഡ്കാസ്റ്റിംഗും കരിയർ ഇപ്പൊ ഓൾമോസ്റ്റ് 7 വർഷമായി, വർഷം കഴിഞ്ഞു. അപ്പോ അത് ഭയങ്കര ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ. 7 വർഷമൊക്കെ ഇത്രയും സർവേ ചെയ്ത് തരാൻ ഈസി അല്ല. അത് ഞങ്ങളൊക്കെ ലീഡ് ചെയ്ത് ഞങ്ങളിപ്പോ അതിനകത്ത് ലീഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത്. ഞങ്ങളിപ്പോ 5-6 പേരുണ്ട്. ഞങ്ങൾ അത്രയും പേര് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള എഫേർട്ട് ഇടുന്നുണ്ട്. അവരുടെ ഈ ഒരു അഡ്മിൻ പാനലിന്റെ പവറിലാണ് ബാക്കി നമുക്ക് അതിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇപ്പൊ എന്നും ഇവിടെ ഓരോ കാര്യത്തിലും ഇവിടെ ഡിസ്കഷൻ ആണ്. മറ്റേ ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ ഡിസ്കഷൻ അഡ്മിൻ പാനലാണ്. ഓരോന്ന് ബിൽഡ് ചെയ്യാൻ, ഓരോ കാര്യം ചെയ്യാൻ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അടുത്ത ക്യാമ്പിങ്ങിന് വേണ്ടിയുള്ളത്. അപ്പോ അതൊക്കെ ചെയ്തു വരുന്നത് കൂടുതൽ നമുക്ക് ആ ഗ്രൂപ്പിനെ ഒന്നിച്ച് കാണാൻ, ഒന്നിച്ചുള്ള എൻജോയ്മെന്റ്, ഭയങ്കര ഒരു ഫാമിലി ലൈക്ക് എ ഫാമിലി ആയിട്ട് മാറും കണക്ട് ആയി കഴിഞ്ഞാൽ. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് സ്വാഗതം. നമുക്ക് ഒന്നിച്ച് വളരാം, ഒന്നിച്ച് വിജയിക്കാം. ടീം ഷട്ടർലിസ്റ്റ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിലേക്ക് എങ്ങനെയാ നിങ്ങളുടെ മാനദണ്ഡങ്ങളൊക്കെ ഇൻ കേസ് അവർക്ക് അത് അറിയണം, അപ്രോച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ടീം ഷട്ടർലിസ്റ്റ് എന്ന് നോക്കുക. അല്ലെങ്കിൽ ഷാജു ഷാജാൻ നോക്കിയാൽ അതിന്റെ ബയോയിലുണ്ട്. കോഫൗണ്ടറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, കണക്ട് ചെയ്യാം. അതെ, യെസ്. എടാ അപ്പൊ എനിക്കറിയാം ഇനിയും സംസാരിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കഥകൾ സംസാരിക്കാൻ, അതെ അതെ, ഇനി ഒരു തവണ ഇരിക്കാം നമുക്ക് എന്തായാലും. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഇത്രയും ഇൻസ്പയർ, ഞാൻ ഇനിയും പറയാണ് കേട്ടോ, നീ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിനക്ക് അച്ചീവ്മെന്റിന്റെ കേസിൽ ഇനി മേലാൽ ഞാൻ സാധാരണ പറഞ്ഞു പോരുത്. താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിനും ഈ കഥകളെല്ലാം ഷെയർ ചെയ്തതിനും. ഇനി ഇവിടുത്തെ ഞങ്ങളുടെ ഒരു ആചാരമുണ്ട്, അതും കൂടെ നീ ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. വേറെ ഒന്നുമില്ല, ഇവിടെ വന്നു കഴിയുമ്പോ ഇപ്പൊ ഇത്രയും നേരം നീ നിന്റെ സ്റ്റോറി ഷെയർ ചെയ്തു. പോഡ്കാസ്റ്റർ മേ ബി ഫസ്റ്റ് ടൈം ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതൊന്ന് നിനക്ക് മേ ബി അതിപ്പോ പലർക്കും പല ടൈപ്പ് ഓഫ് തോട്ട് ആയിരിക്കും ഇപ്പൊ മൊത്തം ഇരുന്ന് കഴിഞ്ഞപ്പോ എന്ത് തോന്നി എന്നുള്ളത്. നമ്മൾ ഈ പഴയ ഓട്ടോഗ്രാഫ് സെറ്റപ്പ് ഉണ്ടല്ലോ, 90s കിഡ് ആണെന്ന് തോന്നുന്നു, അത് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഇവിടെ വരുന്നവരെല്ലാരും ചെയ്യാറുണ്ട്. അപ്പൊ ഇനി ഇത് നിന്റെയാണ്. എനിക്ക് ഇപ്പൊ പറയാനുള്ളതെന്ന് വെച്ചാൽ വലിയൊരു അനുഭവമായിരുന്നു. ഒരു ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ് ഞാൻ പങ്കെടുക്കുന്നത്. എനിക്ക് ഭയങ്കര ആൻഡപ്പൻ ഇത്രയും ചില്ല് മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ കാര്യമായിട്ട് എനിക്ക് നല്ല ഫീൽ ചെയ്തു. നല്ല ചില്ലായിട്ട് നമുക്കെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കംഫർട്ടായിട്ട് ഇത്രയും വലിയ ലോങ് സ്റ്റോറി തന്നെ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ പല കാര്യങ്ങളും ഇതിനകത്ത് പറയത്തില്ല. നേരിട്ട് കാണാൻ ചില്ലാണ്. അപ്പോ നല്ലൊരു അനുഭവമായിരുന്നു. നല്ല ഫസ്റ്റ് എന്റെ സംസാരത്തിൽ ചിലപ്പോ ഒരു ഇതുണ്ടാവും. കാരണം ഞാൻ ആദ്യമായിട്ട് ഇത് സംസാരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നവരാണ്. ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിൻ്റെതാണ് ആ ഒരു സംസാരത്തിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ. പിന്നെ ഞാനൊരു ഇൻസ്പിറേഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല, അത് ആൻ്റപ്പം പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് എന്റെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങാനോ അതല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധികളെ നമ്മൾ ഫേസ് ചെയ്യുക. അതിനെ ചിലതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മള് വിട്ടുകൊടുക്കരുത്. നമ്മൾ തോറ്റുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുപോകുമ്പോഴാണ് സത്യത്തിൽ ചെയ്തത്. നമുക്ക് തോൽവി ഉണ്ടാവും, വീണു പോകും. ആ വീഴ്ചയിൽ നിന്ന് നമ്മൾ ഉയർന്ന് നമ്മൾ വീണ്ടും നടക്കുക, ഓടുക. അല്ലാതെ വീണേ അയ്യോ എനിക്ക് എണ്ണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാൽ നമ്മൾ ഒരു കാലത്ത് നമ്മൾ രക്ഷപ്പെടുത്തുമില്ല, ഒന്നും ആവത്തുമില്ല. വർക്ക് ഹാർഡ്, എഫേർട്ട് കൊടുക്കുക, ശരീരം ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെ ഉള്ളൂ ലൈഫ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടം തരുന്ന, സന്തോഷം തരുന്ന കാര്യങ്ങൾ ശ്രമിക്കുക. അത് തെറ്റായ കാര്യങ്ങളിലല്ല, ശരിയായ കാര്യങ്ങൾ ഉപയോഗപ്രദമാക്കുക. ഇതൊക്കെ ഉള്ളൂ. ഇത് നല്ലൊരു അനുഭവമായിരുന്നു. ഇനിയും ഇതേപോലെ
പോഡ്കാസ്റ്റുകളും ഇന്റർവ്യൂകളൊക്കെ എന്നെ വിളിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല തുടക്കമായിട്ടാ. നല്ല തുടക്കമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. ഷാജു ഫോട്ടോഗ്രാഫർ. ഓക്കെ, അപ്പം ഞാനും വൈൻഡപ്പ് ഔട്ട് തന്നെ പറയാനുള്ളത്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മള് ഒരു റീസ്റ്റാർട്ട് ആയിരുന്നു ഇത് ഞങ്ങൾക്ക്. കാര്യം ഞങ്ങളുടെ സ്റ്റുഡിയോ മാറ്റി ഒരു പുതിയ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിങ്ങനെ ആരെ വെച്ച് തുടങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ ആരെ വെച്ച് തുടങ്ങണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ മുമ്പ് ലിസ്റ്റ് എടുത്തതിൽ ആരോടും ഇപ്പൊ പറയാതെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഞാൻ സെക്കൻഡ് ഓപ്ഷനിലേക്ക് ഒന്നും പോയില്ല. കാര്യം ഈ സ്റ്റോറി ഇൻസ്പയറിംഗ് ആവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്കറിയാം ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറി തന്നെയായിരുന്നു നമുക്ക് കേൾക്കാൻ പറ്റിയത്. ഒരു സ്റ്റാർ തന്നെയാണ് വന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ ഇപ്പോഴും പറയാം, നീ ഇപ്പൊ അടിച്ചു നിൽക്കണല്ലേ, അതുപോലെ തന്നെ അങ്ങോട്ട് അടിച്ചടിച്ചടിച്ചടിച്ചങ്ങോട്ട് ഓടുക. ബാക്കി കാര്യങ്ങളൊക്കെ ഉഷാറാവും. ആൻഡ് താങ്ക് യു സോ മച്ച്. നമ്മുടെ എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇവനെയും ഫോളോ ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങോട്ട് ഒരുപാട് സ്റ്റോറീസ് വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ചിൽ കുപ്പിച്ചിൽ.